കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് മെയിൽ റീപ്രൊഡക്റ്റ് ആണെന്നതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇതിനകത്ത് നിങ്ങൾ കൃത്യമായി എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരം കിട്ടും. മനസ്സിലായ? അത് സിമ്പിളായിട്ട് കിട്ടും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെന്റിന് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം, ഉത്തരം കിട്ടും. പക്ഷേ ബാക്കിയുള്ള പല പ്രസ്താവനകളും കൺഫ്യൂസിംഗ് ആണ്, ഇരുന്ന് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് അങ്ങനെ പൊട്ടി പുറത്ത് വന്നാൽ എന്ത് സംഭവിക്കും? നോർമലി നമ്മുടെ ഓവിഡക്റ്റ് ഇതിനെ പിടിച്ചെടുക്കും. കണ്ടോ, ഓവിഡക്റ്റ് ഇതിനെ പിടിച്ചെടുത്തു. അതിനുവേണ്ടി ഫണല് പോലെ ഇതിനെ കവർ ചെയ്തിരിക്കുവാണ് നമ്മളെ ഓവിഡക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം, ഇൻഫൻഡിബുല. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മുടെ അനാട്ടമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ്റെ അനാട്ടമി കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ് നമ്മുടെ അനാട്ടമി ഓഫ് ചിക്കൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് ഓവറോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം വരെയും കണ്ട മിടുക്കന്മാരെയും മിടുക്കുകളെയും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആകെ വിളിച്ച 15 പേര് ഒറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ചൂട് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അറിയണം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചൂട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സർപ്രൈസ് ടെസ്റ്റ് ഇട്ടത്. സർപ്രൈസ് ടെസ്റ്റ് ഇട്ടതിൽ കുറേ പേര് നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ലതാണ്. പക്ഷേ ഇത് എഴുതാത്ത കുറേ അണ്ണന്മാരും അണ്ണികളും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പിന്നെ എടുത്ത് പറയുന്നു, മക്കളെ, ഇച്ചിരി അങ്ങോട്ട് സമയം കിട്ടണമെന്ന് കാര്യം നിങ്ങൾ ഒരു നിമിഷം അവിടെ ഒന്ന് അടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടായി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാകുക, നിങ്ങൾ മത്സരത്തിൽ നിന്ന് ഔട്ടായി പോവാണ്. നിങ്ങൾ മത്സരത്തിൽ നിന്ന് ഔട്ട് ആവരുത്. കൃത്യമായിട്ട് റീഗെയിൻ ചെയ്ത് തിരിച്ചു വരണം. അടുത്ത മന്ത്ലി എക്സാമിനേഷനിൽ ഉടനെ ഈ അടുത്ത ആഴ്ച വരുന്നു മന്ത്ലി എക്സാമിനേഷൻ. ഇതുവരെ നമ്മൾ പഠിച്ച സകലമാന ടോപ്പിക്കുകളും കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ എഴുതണം. നോക്കോ, എത്ര പേര് 100-ൽ 100 വാങ്ങണം. നിങ്ങൾ കഴിഞ്ഞ മന്ത്ലി കണ്ടതല്ലേ? സർപ്രൈസ് ടെസ്റ്റ് കണ്ടതല്ലേ? അതുപോലെ നോക്കൂ മക്കളെ, നമ്മൾ ഏത് ജില്ല നിങ്ങൾ വെച്ച് കഴിഞ്ഞാലും ആദ്യത്തെ 10 റാങ്കിലെത്താതെ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഇതുറപ്പിച്ചോ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എന്താ, 1ാമത്തെ റാങ്കിന് വേണ്ടി മാത്രം പഠിക്കുക. 1ാമത്തെ റാങ്ക്, അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ച പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താ, നിങ്ങൾ ഈ കളിയിലില്ല. മനസ്സിലാക്കുക. എത്ര തവണ റിവൈസ് ചെയ്യണം? അനന്തമായിട്ട് റിവൈസ് ചെയ്യണം. അത് എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റിവേഴ്സ് റിവിഷനിലൂടെ ചെയ്യണം. ഡിഫിക്കൽട്ടി ഫാക്ടർ കൃത്യമായിട്ട് എഴുതിയൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായിരിക്കും. അത് മാത്രം ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ പ്രയോജനം കിട്ടും. പൊന്നുമക്കളെ, പഠിച്ചോ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വേറെ കൂടുതൽ ഒന്നും പറയുന്നില്ല. നമ്മളായിട്ട് നമ്മുടെ കുഴി തോണ്ടി വെക്കരുത്. എനിക്കത് പറയാനുള്ളത്. കാരണം ഞാൻ ഈ അവസാനം പറയുന്ന കാര്യങ്ങൾ പലരും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആദ്യം പറയുന്നത്. കേൾക്കും, ഇവിടെ നിന്ന് കേട്ട് ദൂരം കളയും. പണ്ട് ഇത്രയും നാൾ ഇത് ഇവിടെ നിന്ന് കേട്ട് ഇവിടെ കളഞ്ഞതിൻ്റെ ഇതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്ന കാര്യം തലയ്ക്കാത്തോടെ ഇടങ്ങൾ പ്രവർത്തിച്ച് കാണിക്ക്. കുറേ പേര് നന്നായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട്. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾ കേരള ഉള്ള 14 ജില്ലയിലുള്ളൊരു ഏറ്റവും വലിയ മത്സരമല്ലേ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നത്. അവിടെ നിങ്ങൾ മത്സരിക്കും പിള്ളേരെ, മത്സരിച്ച് മുന്നോട്ട് വരണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് കാണാൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഫോണിൻ്റെ DND മോഡ് ഓണാക്കി ഇടുക. ആരോ വിളിച്ചോട്ടെ, ആരോ മെസ്സേജ് അയച്ചോട്ടെ, നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും പോകാൻ പാടില്ല. മാത്രമല്ല, ഒരു 1.5 മണിക്കൂറൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ക്ലാസ് കണ്ടു തുടങ്ങുക. ഇതിൻ്റെ അവസാനം ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം ഇത് നമ്മൾ കൃത്യമായിട്ട് തലയ്ക്കകത്തോടെ കയറ്റിയാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, തിരിച്ചും മറിച്ചും ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് സിലബസിൽ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എന്ത്, മെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമി ചിക്കൻ. നമ്മുടെ സിലബസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമി ഒരു വരി പോലും ഇല്ല. പുസ്തകത്തിൽ ആകെ ഒരു വരി മാത്രമേ മെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമിയെ കുറിച്ച് പറയുന്നുള്ളൂ. ആകെ 2 ടെസ്റ്റ്സ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിൽ പെടാതെ കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് അനാട്ടമിയുടെ ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ വിശദമായിട്ട് പഠിച്ചു പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും അത് എവിടെ നിന്നൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന കാര്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യാതെ പോവുകയും രക്ഷയില്ല. അത് ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള യാതൊരു എക്സ്ട്രാ വർക്കും വേണ്ട. തരണ സാധനം കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല ഒന്നിൻ്റെ. ആദ്യം എഗ് യോക്ക്, ഷെൽ മെമ്പറൈൻ, ഷെൽ ഓഫ് ചിക്കൻ എഗ്സ് റെസ്പെക്റ്റീവ്ലി സെക്രീറ്റഡ്. ഈ ഒരു റെസ്പെക്റ്റീവ്ലി ക്വസ്റ്റ്യൻ ഞാൻ തൊട്ട് കഴിഞ്ഞ പരീക്ഷ ചോദിച്ചതാണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഞാൻ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഒരു എന്താണ് ഇതിനകത്ത് ഒരു കാരണം അങ്ങോട്ടും മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഗ് യോക്ക് എന്നവർ ഉദ്ദേശിച്ചത് ഓവറിയാണ്, അതായത് വൈറ്റ് യെല്ലോ യോക്കാണ് ഉദ്ദേശിച്ചത്. ഞാൻ താഴെ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മുടെ എന്താണ് എഗ് വൈറ്റ്. അപ്പോൾ എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വരും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അപ്പോൾ അടുത്തത് പെനിസ് ഓഫ് ദ ഫൗൾ. ഇത് വളരെ എന്താ പറയുക വിവാദമായ ക്വസ്റ്റ്യൻ ആണ്. വിവാദം എന്ന് പറയുന്നത് വേണമെന്നില്ല, നമുക്ക് പഠിക്കാനില്ലാത്ത ഒരു മേഖലയാണ്. പഠിക്കാനില്ലാത്ത മേഖല മാത്രമല്ലടാ, നമുക്കുള്ള ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹയർ ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേര് പലപ്പോഴും മിസ്സിങ് ആയിരിക്കും. ഈ പേരുണ്ടാവില്ല. ഒരു റുഡിമെൻ്ററി പാപ്പിലെ എന്നൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത റുഡിമെൻ്ററി പാപ്പിലെ എന്ന്. അപ്പോൾ ഇവൻ എഴുതണ്ടാന്നും വെച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്, പക്ഷേ നമ്മുടെ പിള്ളേർ എഴുതി. നോക്കാം. അപ്പോൾ എന്താണ് പെനിസ് ഓഫ് ദ ഫൗള്? ഇവിടെ ആക്ച്വലി ഫൗളിനെ സംബന്ധിച്ച്, കോഴിയെ സംബന്ധിച്ച് ഇതിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം ക്ലോയാക്കൽ കിസ് വഴിയാണെന്ത് നമ്മുടെ സെമൻ ട്രാൻസ്ഫർ നടക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഉത്തരം പറയാം. ഇനി റിഗാർഡിംഗ് ദ റീപ്രൊഡക്ഷൻ ഹെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് പറയാം, അവസാനം പറയാം. അതുപോലെ ആൽബുമിൻ ഓഫ് എഗ് അല്ലെ, എഗിന്റെ ആൽബുമിൻ വൈറ്റ് ആണ് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ദ പാർട്ട് ഓഫ് ഓവിഡക്ട് വെയർ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ എ ഫീമെയിൽ ബേർഡ്, അതെവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നെയിം ദ ആക്സസറി സെക്സ് ഗ്ലാൻഡ് പ്രസന്റ് ഇൻ ഫൗൾ, ഏറ്റവും റീസെന്റ് ആയിട്ട് കിടന്ന പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാ. ആക്സസറി സെക്സ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഓക്കെ, വളരെ രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം എന്താ, അങ്ങനെ ഒരു സാധനം ഇല്ല. ഇതിന് രണ്ടാമത്തെ കൊടുത്തേക്കുക. അതും ഇവൻ എഴുതണ്ടെന്ന് വിചാരിച്ചവർ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മളെ പിള്ളേർ എഴുതി. പക്ഷേ അപ്പോൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇതിനകത്ത് നിങ്ങൾ കൃത്യമായി എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരം കിട്ടും. മനസ്സിലായ? അത് സിമ്പിളായിട്ട് കിട്ടും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം, ഉത്തരം കിട്ടും. പക്ഷേ ബാക്കിയുള്ള പല പ്രസ്താവനകളും കൺഫ്യൂസിങ് ആണ്, ഇരുന്ന് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? കാരണം ടെക്സ്റ്റിൽ പറയുന്ന 2 പോയിന്റ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വേറെ നമ്മൾ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മന്ത്ലി എക്സാമിനേഷൻ ഉണ്ടാകും കേട്ടോ. ആലോചിച്ച് കണ്ടെത്തേണ്ടി വരും. ആലോചിക്കാതെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള എലിമിനേഷൻ്റെ കീയും ഞാൻ അവിടെ കൊടുത്തിരിക്കും. എലിമിനേഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അടുത്ത മന്ത്ലി എക്സാമിനേഷനിൽ ഫുൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലഡ് സ്പോട്ട് ഇൻ എഗ് യോക്ക് ഈസ് എ ഡിഫക്റ്റ് വിച്ച് ഈസ് കോസ്ഡ് ബൈ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ. അതായത് നമുക്ക് ഡിഫക്റ്റ് ഇൻ എഗ് എന്ന് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് പോകണം. ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അവിടെ ഡിസ്കസ് ചെയ്യും. എന്നാലും ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മാഗ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താണ് മാഗ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം നമ്മൾ ഇവിടെ തന്നെ ടച്ച് ചെയ്ത് പോവുകയാണ്. ഓക്കെ, പവർ അല്ലേ പിള്ളേരെ? പവർ അല്ലേ? പവർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല ഉണർന്ന് ഉയർത്തെഴുന്നേറ്റ് എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞ DND മോഡ് ഓൺ ആക്കിയില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ചിക്കൻ തന്നെ തുടങ്ങാം. നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 ടെസ്റ്റിസ് മാത്രമാണ് ഇതിനുള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വാസ് ഡിഫറൻസും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അത് നേരെ കൊണ്ട് ക്ലോയാക്കയിൽ കൊണ്ട് സെമൻ നിക്ഷേപിക്കും. നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് മെയിൽ കൺസിസ്റ്റ് ഓഫ് 2 ബീൻ ഷേപ്ഡ് യെല്ലോയിഷ് വൈറ്റ് ടെസ്റ്റിസ് സിറ്റുവേറ്റഡ് ഹൈ അപ്പ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. എവിടെയാണ് കാണപ്പെടുന്നത്? സ്ക്രോട്ടത്തിലല്ല. സാധാരണ നമ്മുടെ മാമൽസിലെല്ലാം സ്ക്രോട്ടസ് സാക്കിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ടെസ്റ്റിസ് കാണപ്പെടുന്നത് അല്ലേ. ഇവിടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്താണ് എന്ത് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നത്. നിങ്ങൾ പൂവൻകോഴിയെ കൊണ്ടുവന്ന് അറുത്ത് തിന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് കിഡ്നിയാണെന്നാണ് ഇതിൻ്റെ കേട്ടോ. ഇത് നമുക്ക് എന്താണ് എഡിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ ടെസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഹൈ അപ്പ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇത് ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്, ഡീറ്റെയിൽഡ് പറഞ്ഞു തരും കേട്ടോ. വാസ് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് ദ ഡക്ട് ത്രൂ വിച്ച് സ്പെർം ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം ടെസ്റ്റിസ്. നോക്കാം. Vas deferens act as a main storage space of sperms in male chicken and papillae or rudimentary copulatory organ located in cloaca. ഇത്രയാണ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ rudimentary copulatory ഓർഗനിൽ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? എന്താണ്? പാപ്പിലെ അല്ലേ, പാപ്പിലെ എന്നാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ഇവിടെ പറയുന്നില്ല, കാരണം ഓരോ ഭാഗവും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം.
ഇനി മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ ഓഫ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാലസ് ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ആമുഖം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ചിക്കൻ അല്ലെങ്കിൽ റൂസ്റ്റർ ഈസ് അഡാപ്റ്റഡ് ഫോർ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, അല്ലെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് എഫിഷ്യന്റ് സ്പേം ട്രാൻസ്ഫർ വിത്തൗട്ട് ദ നീഡ് ഓഫ് ആൻ എക്സ്റ്റേണൽ കോപ്പുലേറ്ററി ഓർഗൻ, അല്ലെ. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കോപ്പുലേറ്ററി ഓർഗന് ആവശ്യം നമുക്ക് എന്തിനു വരാറില്ല, ചിക്കന് വരാറില്ല. അതൊരു ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയർഡ് ടെസ്റ്റിസ്, 1, 2, അല്ലെ, രണ്ടെണ്ണം 2 പേരായാലേ ടെസ്റ്റിസ്. നിങ്ങൾ പറഞ്ഞിരേണ്ട കാര്യമില്ല ടെസ്റ്റിസ് എന്താണെന്നുള്ള കാര്യം, അല്ലെ. വൃഷണങ്ങളെന്ന് മലയാളത്തിൽ പറയും ടെസ്റ്റിസ്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ടെസ്റ്റിസിൽ എന്ത് നടക്കുന്നുണ്ട്, പ്രധാനമായിട്ടും സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നേ മെയിൽ സെക്സ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ 2 പ്രൊഡക്ഷനാണ് പ്രധാനമായും നമ്മൾ ടെസ്റ്റിസിൽ നടക്കുക. അപ്പോൾ ടെസ്റ്റിസ് കഴിഞ്ഞാൽ അടുത്തത് എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. എപ്പിഡിഡിമിസ് എന്ന് പറയുമ്പോൾ കുറച്ച് കുഞ്ഞു ഡക്റ്റുകളാണ് ഈ ടെസ്റ്റിസിനകത്ത് രൂപം കൊള്ളുന്ന ഈ സ്പേമിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ എപ്പിഡിഡിമിസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി അത് വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡക്ടസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് ഇവിടെ നിന്ന് വരുന്ന ഒരു ചെറിയ ട്യൂബാണ്. അതിനെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ കാണുന്ന ഈ മസ്കുലർ ഭാഗം കാണപ്പെടുന്നത്. വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡക്ടസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ട്യൂബ്. ഇതിന്റെ ഫംഗ്ഷനും വിശദമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ റൂഡിമെന്ററി കോപ്പുലേറ്ററി സ്ട്രക്ചേഴ്സ് എല്ലാം അവിടെയുണ്ട്. ക്ലോയാക്കയിൽ കൊണ്ടുവന്ന് ഇത് എൻ്റർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റിസ് നോക്കാം. ഓക്കെ, ഇനിയാ പഠിക്കാൻ പോകുന്നത് നമ്മൾ. എന്താ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? ടെസ്റ്റിസ് എത്ര എണ്ണമുണ്ട് ചിക്കനിൽ? എത്ര ടെസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റിസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എന്നാൽ ചിക്കനിൽ എത്ര ഓവറി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഓവറി മാത്രമാണ് ഫങ്ഷണൽ ആകുന്നത്. മനുഷ്യരിൽ ലെഫ്റ്റ് ഓവറിയും റൈറ്റ് ഓവറിയും ഫങ്ഷണൽ ആണ്. പക്ഷേ ഫീമെയിൽ ചിക്കനിൽ 1 ഓവറി മാത്രമേ ഫങ്ഷണൽ ആകത്തുള്ളൂ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ടെസ്റ്റിസ് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ടാവും. ലൊക്കേഷൻ ചോദിച്ചാൽ ഇൻട്രാ അബ്ഡോമിനലി, അല്ലേ, അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് ഉള്ളില്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് മക്കളെ, ഉള്ളിലാണ്. ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ വെയിൻ്റെ ഉള്ളിലേക്ക് എന്നർത്ഥം, അല്ലേ. ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻ്റെ ഉള്ളിലേക്ക് എന്നർത്ഥം. കാരണം നമ്മൾ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പോകുന്ന സാധനമാണ് ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ്, അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? വെയിൻ്റെ ഉള്ളിലേക്ക്, പശുവിലാണെങ്കിൽ ജുഗുലാർ വെയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പല മരുന്നുകളും കൊടുക്കാറുണ്ട്. ഇൻട്രാ ഉള്ളിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്പർ 2 എണ്ണം ഉണ്ട്. എവിടെയാ ലൊക്കേഷൻ? ഇൻട്രാ അബ്ഡോമിനലി നിയർ ദ കിഡ്നീസ്. കിഡ്നികളുടെ അടുത്തായിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ടെസ്റ്റിസ് കാണപ്പെടുന്നത്. കളർ നിങ്ങൾക്കറിയാം, ക്രീമി വൈറ്റ് ടു യെല്ലോ. പൂവൻ കോഴിയെ പിടിച്ച് കറി വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം, അല്ലേ, അത് കഴിച്ചിട്ടും ഉണ്ടാവും നിങ്ങൾ. ക്രീമി വൈറ്റ് ടു യെല്ലോ കളർ ആയിരിക്കും എൻ്റെ കളറ്. അപ്പോൾ എന്താ ഷേപ്പ് ഒരു ഓവൽ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ബീൻ ഷേപ്പ്, പയറിൻ്റെ ഷേപ്പാണ്. ഓക്കെ, ഇനി അതിൻ്റെ സൈസും ഒക്കെ മാറിയിരിക്കും. എങ്ങനെ? ഡിപ്പെൻഡിങ് അപ്പോൺ ഏജ് ആൻഡ് സീസൺ. നല്ല മൂത്ത കോഴിയാണെങ്കിൽ നല്ല വലിയ ടെസ്റ്റിസ് ആയിരിക്കും. സീസൺ, അല്ലെ, മേറ്റിംഗ് സീസണൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ടെസ്റ്റിസ്? 2 എണ്ണമുണ്ട്, അല്ലേ. റൈറ്റും ലെഫ്റ്റും ഫങ്ഷണൽ ആയിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ ഇൻട്രാ അബ്ഡോമിനലിയാണ്, വയറ്റിൻ്റെ ഉള്ളിലാണ്. കളർ നമുക്കറിയാം, ഒരു വൈറ്റ് ടു യെല്ലോ കളറാണ്. ഷേപ്പ് എന്താണ്? ബീൻ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ. സ്പെർമാറ്റോസോവ എന്ന് പറയുന്ന സ്പേമിനെ ഉണ്ടാക്കാനാണ്, അല്ലെ. എന്താണ്? സ്പെർമാറ്റോസോവ എന്നറിയപ്പെടുന്ന സ്പേമിനെ ഉണ്ടാക്കാനാണ്. അതിന് പറയുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ്. എന്താണ്? സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? നമ്മൾ ഈ സാധനം വരുന്നത്. അപ്പോൾ സ്പെർമാറ്റോസോവ ഉണ്ടാക്കുക, പറയുന്ന പ്രവൃത്തിക്ക് പേരെന്താണ്? സ്പെർമാറ്റോജനസിസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ. അറിയാമല്ലോ, മനുഷ്യരിലും അങ്ങനെയാണ്. ടെസ്റ്റിസ് തന്നെയാണ് സ്പെർമാറ്റോജനസിസ് നടത്തുക. സ്പെർമാറ്റോസോവയെ ഉണ്ടാക്കുന്ന പ്രവൃത്തി സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോസോവയെ ജനിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്രീറ്റ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയാം നമുക്ക്. മെയിലിൻ്റെ ഒരു സെക്ഷൽ ഡ്രൈവിന് കാരണമായിട്ടുള്ള ഹോർമോണാണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. മനുഷ്യരിലാണെന്നുണ്ടെങ്കിൽ മീശ കുരുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം ഘനപ്പെടുക, അതായത് നമ്മുടെ ലാരിങ്സിൻ്റെ ഡെവലപ്മെൻറ്റ്,
പിന്നെ മസ്കുലാർ ആയിട്ടുള്ള ബോഡി ഡെവലപ്മെന്റ്, ഇതെല്ലാം ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒരു ആക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ ചിലപ്പോൾ എക്സ്റ്റേണലി എടുത്തിട്ടാണ് ഒരു മെയിൽ ബോഡി ടൈപ്പൊക്കെ അവരായി വരുന്നത്. മാത്രമല്ല നമ്മുടെ അത്ലറ്റ്സ്, ഫീമെയിൽ അത്ലറ്റ്സ് ഒക്കെ കൂടുതൽ വേഗത്തിൽ ഓടാനും നല്ല മസ്കുലാരിറ്റി വരാനൊക്കെ വേണ്ടി ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ എടുക്കാറുണ്ട്. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവർ മെയിൽ പോലെ ആയിപ്പോവും. പിന്നെ ഫീമെയിലിൻ്റെ കിണത്തിൽ കയറി മത്സരിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ ടെസ്റ്റോസ്റ്റിറോൺ? അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലക്ഷ്യം എന്താണ്? വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ താടി വളരുക, മീശ വളരുക, അല്ലേ? അതുപോലെ എന്താണ് മസിൽസ് വയ്ക്കുക, അതുപോലെ ശബ്ദം ഘനപ്പെടുക, ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികൾ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കണ്ട ഒരുപോലെ ഇരിക്കൂലേ? ഒരുപോലെ ഇരിക്കും, അല്ലേ? ആൺകുട്ടിയെ പിടിച്ച് പെൺകുട്ടിയെ പിടി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടിയായിട്ടേ തോന്നത്തുള്ളൂ. അതുപോലെ പെൺകുട്ടിയെ മുടിവെട്ടി ആൺകുട്ടിയെ വളർത്താൻ ആൺകുട്ടിയായിട്ട് തോന്നത്തുള്ളൂ. പക്ഷേ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ രൂപത്തിൽ തന്നെ മാറ്റം, രൂപത്തിലും ശബ്ദത്തിലും ഒക്കെ മാറ്റം കണ്ടു തുടങ്ങും. അതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ്റെ കാര്യത്തിൽ എന്താണ്? കോംബ് ഡെവലപ്മെന്റ്, കോമ്പിന്റെ ഗ്രോത്ത്. അതായത് നമുക്ക് കുഞ്ഞുനാളിലെ 2 കോഴിയെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റൂല. രണ്ടിന്റെ കോമ്പൊക്കെ ഒരുപോലെ ഇരിക്കും, അല്ലേ? ഒരുപോലെ കുഞ്ഞു കോമ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ക്രോയിങ്, കൂവി തെളിയുക, അല്ലേ? കൂവുക, അതുപോലെ മേറ്റിംഗ് ബിഹേവിയർ, ഇതെല്ലാമാണ് ചിക്കന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രായപൂർത്തിയായ മാത്രമല്ല ഇവൻ പൂവിനാണോ പടയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുപോലെ എന്താണ് അംഗവാലിന്റെ ഗ്രോത്ത്, അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ സിക്കിൾ ഫെദേഴ്സ്, അല്ലേ? സിക്കിൾ ഫെദേഴ്സ് എല്ലാം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞ ടെസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് എവിടെയാണ്? ഇൻട്രാ അബ്ഡോമിനിലാണെന്ന് പറഞ്ഞു, കളർ എന്താണെന്ന് പറഞ്ഞു, ഷേപ്പ് എന്താണെന്ന് പറഞ്ഞു, അറിയാം നമുക്ക്. അതുപോലെ എന്താ ഫംഗ്ഷൻ? 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഒന്ന് സ്പെർമാറ്റോസോവയെ ഉണ്ടാക്കുക, അതിന്റെ പേര് സ്പെർമാറ്റോസോവയെ ജനിപ്പിക്കുക, സ്പെർമാറ്റോജെനിസ് എന്നാണ് ആ ഒരു പ്രവൃത്തിയുടെ പേര്. അതുപോലെ രണ്ടാമത് സെക്രീറ്റ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താ ടെസ്റ്റോസ്റ്റിറോൺ? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന് നിദാനമായിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഫീമെയിലിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന് നിദാനമായ ഹോർമോൺ എന്നറിയാമോ നിങ്ങൾക്ക്? ഈസ്ട്രോജൻ ആണ്. എന്താണ്? ഈസ്ട്രോജൻ. ഇതേപോലെ തന്നെ മെയിൽസ്, ഫീമെയിൽ ആകാൻ താല്പര്യമുള്ള മെയിൽസ് ഉണ്ടാവുമല്ലോ, അവരും ഈസ്ട്രോജൻ എടുത്തുകൊണ്ടേയിരിക്കും. ഈസ്ട്രോജൻ എടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥാന വളർച്ച ഉണ്ടാകും, അതുപോലെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാകും, പിന്നെ അവരുടെ ടെക്സ്ചറൊക്കെ ഒരു ഫീമെയിൽ ലുക്കിലേക്ക് മാറും. അപ്പോൾ അതിനാണ് ഈസ്ട്രോജൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സ്പെർമാറ്റോജെനിസിസ്, സെക്രീറ്റ് ടെസ്റ്റോസ്റ്റിറോൺ. ചിക്കനെ സംബന്ധിച്ച് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെ? കോമ്പ് ഗ്രോത്ത്, ക്രോയിങ്, മേറ്റിംഗ് ബിഹേവിയർ, ഇതെല്ലാം. ഓക്കെ, ടെസ്റ്റിസിനെ കുറിച്ച് ഒന്നും പഠിക്കാൻ ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറം ഒന്നും ചോദിക്കില്ല. അതുപോലെ അടുത്ത എപ്പിഡിഡിമിസ്. അപ്പോൾ എന്താ എപ്പിഡിഡിമിസ്? ഇറ്റ്സ് എ നാരോ ആൻഡ് ഇൻകോൺസ്പിക്കസ് സ്ട്രക്ചർ. അപ്പോൾ ഇൻകോൺസ്പിക്കസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവൻ ഉണ്ട് പക്ഷേ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്, മനസ്സിലായ? അതായത് നമ്മളിപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇരിക്കൂലേ, അങ്ങനെയുള്ള സാധനം. അതാണ് ഇൻകോൺസ്പിക്കസ് എന്ന് പറയുന്ന ഒരു വാക്ക്. അത് ചുമ്മാ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വെച്ചേക്കണമെന്നേ ഉള്ളൂ. എന്താണ്? നാരോ ആയിട്ടുള്ള ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ട്രക്ചറാണ് ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ഈച്ച് ടെസ്റ്റിസ്. ഓരോ ടെസ്റ്റിസിൻ്റെയും മുകളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് എപ്പിഡിഡിമിസ്. നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഭാഗമാണ് എപ്പിഡിഡിമിസ്. അതിന് പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റ് അനാട്ടമി പഠിപ്പിക്കാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താണ്? നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡക്ട്യൂൾസ്, കുഞ്ഞു ഡക്ട്യൂൾസ് ദാറ്റ് കളക്ട് ആൻഡ് സ്റ്റോർ സ്പേം ഫ്രം ദ ടെസ്റ്റിസ്, അല്ലേ? അതായത് കുഞ്ഞു ഡക്ട്യൂൾസ് ആണ്. ഡക്ട്യൂൾസ് എന്ന് പറയുമ്പോൾ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്, അതിന്റെ കുഞ്ഞാണ് ഡക്ട്യൂൾസ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? സ്പേമിനെ കളക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ടെസ്റ്റിസിനെ കളക്ട് ചെയ്യുന്നു. Although not highly developed like in mammals, it serves as a transitional area for sperm. മാമൽസിലാണെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നല്ല ഹൈലി ഡെവലപ്ഡ് ആണ്. പക്ഷേ ഇവിടെയും എന്തുണ്ട്? അതിനൊരു ട്രാൻസിഷണൽ ഏരിയ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സ്പെർമാറ്റോജെനിസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആകത്തില്ല ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ വെച്ചിട്ടാണ്? എപ്പിഡിഡിമിസിൽ വെച്ചിട്ടുള്ള പ്രവർത്തനം കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു ട്രാൻസിഷണൽ ഏരിയ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? എപ്പിഡിഡിമിസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിസ് കഴിഞ്ഞാൽ വാസ്റ്റ് ഡിഫറൻസ് അല്ല, എപ്പിഡിഡിമിസ് ആണ്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ടെസ്റ്റിസ് കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചർ എന്താണ് മക്കളെ? എപ്പിഡിഡിമിസ് ആണ്. എന്താണ് എപ്പിഡിഡിമിസ്? എന്താണ് എപ്പി? ഒന്ന് ഉറച്ചു എന്താണ് എപ്പിഡിഡിമിസ് ആണ്? ഇറ്റ്സ് എ നാരോ സ്ട്രക്ചർ, അല്ലേ? കാണാൻ പറ്റാത്ത സ്ട്രക്ചർ ആണ്.
ടെസ്റ്റിസിന്റെ ഈ ഒരു ഇന്നർ സർഫസിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. ഇതെന്താ ചെയ്യുന്നത്? അതിനകത്തുള്ളത് കുഞ്ഞു കുഞ്ഞു ഡക്റ്റ്യൂൾസ് ആണ്. ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്പേമിനെ കളക്ട് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു ഫംഗ്ഷൻ. അതുപോലെ ഇവിടെ ഒരു ചെറിയ ട്രാൻസിഷണൽ ഏരിയ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? എപ്പിഡിഡിമിസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി എന്ത് ചോദിച്ചാലും എൻ്റെ കൊച്ചുങ്ങൾ എഴുതിയിരിക്കും. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഇത്ര മതി നിങ്ങൾക്ക്, ഇതിൽ കൂടെ ഒന്നും വേണ്ട. ഇനി അടുത്ത വാസ്റ്റ് ഡിഫറൻസ്. ടെക്സ്റ്റിൽ വാസ്റ്റ് ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇതിനെ ഡക്റ്റസ് ഡിഫറൻസ് എന്നും പറയുന്നു. വാസ്റ്റ് ഡിഫറൻസിനെ ഡക്റ്റസ് ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ ടെസ്റ്റിസ് ആയി, എപ്പിഡിഡിമിസ് ആയി. അടുത്തെന്താണ് വാസ്റ്റ് ഡിഫറൻസ്? വാസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡക്റ്റസ് ഡിഫറൻസ് ഇറ്റ്സ് എ പെയർഡ് മസ്കുലാർ ഡക്ട് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഈച്ച് എപ്പിഡിഡിമിസ് ടു ദ ക്ലോയാക്ക. എന്ത്? ടെസ്റ്റിസ് എന്നല്ല. ടെസ്റ്റിസിന് കളക്ഷൻ ചെയ്യുന്ന ആരാണ്? കുഞ്ഞു ഡക്റ്റ്യൂൾസ് ചേർന്നിട്ടുള്ള ആരാണ്? എന്നാൽ എപ്പിഡിഡിമിസ് ആണ്. അപ്പൊ എപ്പിഡിഡിമിസിൽ നിന്നും എവിടെ? ക്ലോയാക്കയിലേക്ക് നമ്മുടെ സ്പേമിനെ എത്തിക്കുക എന്നുള്ളതാണ് വാസ്റ്റ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? മസ്കുലാർ ഡക്റ്റ് ആണ്. കണ്ടില്ലേ, ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡക്റ്റ് ആണ്. മസ്കുലാർ ഡക്റ്റ് ആണ് എന്ത്? വാസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. അതുപോലെ അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്: ഡാഷ് ഡെപ്പോസിറ്റ്സ് സെമൻ ഇൻ ടു ക്ലോയാക്ക. ആര്? വാസ്റ്റ് ഡിഫറൻസ് അല്ലേ? ഉത്തരം ഇതാണ്. അപ്പൊ അല്ലെങ്കിൽ എപ്പിഡിഡിമിസ് മുതൽ ക്ലോയാക്ക വരെ സ്പേമിന്റെ ട്രാൻസ്പോർട്ടേഷൻ നിർവഹിക്കുന്ന ആരാണെന്ന് ചോദിക്കാം. ആരാണ്? വാസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താ ഫംഗ്ഷൻ? ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടു ദ ക്ലോയാക്ക. അതുപോലെ സ്റ്റോർ സ്പേം അൺടിൽ ഇജാക്കുലേഷൻ. മനസ്സിലായി? അപ്പൊ നോക്ക് മക്കളെ, ഇവിടെ ടെർമിനൽ പാർട്ടിലൊരു സ്വെല്ലിംഗ് കാണപ്പെടുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു സാക്ക് പോലെ. അത് നമ്മൾ സെമിനൽ ഗ്ലോമസ് എന്ന് വിളിക്കും. സെമിനൽ ഗ്ലോമസ് എന്ന് വിളിക്കും. ഇത് ഒരു സ്പേം സ്റ്റോറേജ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാറുമുണ്ട്. ഓക്കെ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വാസ്റ്റ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് മക്കളെ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേം എവിടെ മുതൽ? ടെസ്റ്റിസ് മുതൽ ക്ലോയാക്ക വരാന്ന് പറയാം. അല്ലെങ്കിൽ എവിടെ? എപ്പിഡിഡിമിസ് മുതൽ ക്ലോയാക്ക എന്നും പറയാം. കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ നോക്കാം, വാസ്റ്റ് ഡിഫറൻസ് പെയർഡ് ആണ്. ലെഫ്റ്റിനും റൈറ്റിനും പ്രത്യേകമുണ്ട്. അതൊരു മസ്കുലാർ ഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ക്ലോയാക്കയിലാണ് കൊണ്ടുവന്ന് തുറക്കുന്നത് മനസ്സിലാക്കുക. എന്താ ക്ലോയാക്ക എന്ന് പറഞ്ഞാൽ? ക്ലോയാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിനും ഫീമെയിലിനും ഒക്കെ ഉള്ള ഒരു കോമൺ ട്രാക്റ്റ് ആണ്. എന്ത്? അത് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുമായിട്ടും ആക്ട് ചെയ്യും. അതുപോലെ എന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ ആക്ട് ചെയ്യും. അതുപോലെ എക്സ്ക്രീറ്ററി, അതായത് നമ്മുടെ യൂറിൻ്റെയും എന്താണ് നമ്മുടെ യുറീറ്റർ നേരെ വന്ന് ക്ലോയാക്കയില തുറക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഡക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കോമൺ പാർട്ടാണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ നമുക്ക്. ക്ലോയാക്ക ഇനി മറന്നു പോലെ. ക്ലോയാക്ക വഴി ഏതൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് വരും? റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ പുറത്തേക്ക് വരും. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുട്ടയായിരിക്കും ഉണ്ടാവുക. മെയിൽ ആണെങ്കിൽ എന്താ? സ്പേം ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ക്ലോയാക്ക വഴിയാണ് പുറത്തേക്ക് വരിക. അതുപോലെ നമ്മുടെ ഫീസീസ്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ വേസ്റ്റ് അല്ലേ, അൺഅബ്സോർബ്ഡ് പാർട്ട് ഓഫ് ഫുഡ്, ഫീസീസ് പുറത്തേക്ക് വരും. അതുപോലെ യൂറിനറി ട്രാക്റ്റിൽ നിന്നുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ട് അത് പുറത്തേക്ക് വരും. അപ്പോൾ ഈ 3 സാധനങ്ങളും പുറത്തേക്ക് തള്ളുന്ന ഭാഗമാണ് ക്ലോയാക്ക, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടു ക്ലോയാക്ക, എന്തിന്റെ? വാസ്റ്റ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ. അതുപോലെ സ്റ്റോർ സ്പേം അൺടിൽ ഇജാക്കുലേഷൻ, അതിനെ സഹായിക്കുന്നതിന്റെ ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് സെമിനൽ ഗ്ലോമസ്. ദ ടെർമിനൽ പാർട്ട് ഓഫ് ദ വാസ്റ്റ് ഡിഫറൻസ് സ്വെൽസ് ടു ഫോം എ സെമിനൽ ഗ്ലോമസ് വിച്ച് ആക്ട് ആസ് എ സ്പേം സ്റ്റോറേജ് ഏരിയ. സ്പേമിനെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആര്? സെമിനൽ ഗ്ലോമസ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ വാസ്റ്റ് ഡിഫറൻസ് ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പേരുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കാര്യം മനസ്സിലായി. പിന്നെ എന്താണ് എവിടെ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ക്ലോയാക്കയും അതിൻ്റെ കൂടെ ഫാലസും കൂടെ നമുക്ക് നോക്കി പോകാം. ഫാലസ് എന്താണ്? കോപ്പുലേറ്ററി ഓർഗനാണ്. എന്താ? ദ ക്ലോയാക്ക ഈസ് എ കോമൺ ചേംബർ ഫോർ ഡൈജസ്റ്റീവ്, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാര്യം അല്ലേ. ഡൈജസ്റ്റീവ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഇത് കുഞ്ഞു ഭാഗമാണ് ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞു നമ്മൾ വൻകുടൽ എന്ന് പറഞ്ഞു അല്ലേ, വൻകുടൽ. അപ്പോൾ ആ ഭാഗത്ത് നിന്നും വരുന്ന അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത ഭാഗം എന്നിൻ്റെ ഫീഡിൻ്റെ, അതിനെയാണ് നമ്മൾ ഫീസീസ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെ? അത് പുറത്തേക്ക് തള്ളുക അല്ലേ. അപ്പോൾ എന്താണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറി. നമുക്കാണെങ്കിൽ അവിടെ ഏനസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ യൂറിനറി ട്രാക്റ്റ് നേരത്തെ ഒന്നുകൂടെ പറയാം. അതായത് കിഡ്നി എന്ന് പറയുമ്പോഴത്തേക്ക് ലോബുലേറ്റ് കിഡ്നി ആണെന്ന് പറഞ്ഞു.
അതിന് പ്രത്യേകിച്ച് എന്തില്ല, യൂറിനറി ബ്ലാഡർ ഇല്ല. നമുക്കാണെങ്കിൽ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ ബ്ലാഡർ ഉണ്ട് അല്ലേ. ഇവിടെ എങ്ങനെ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായിട്ട് എന്ത് ഫീസീസിന്റെ കൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനും കൂടെ ഉള്ളൊരു വഴിയായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു, ക്ലോയാക്ക പ്രവർത്തിക്കുന്നു. അതുപോലെ എന്താണ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഒന്നുകൂടെ പറയാം. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ മുട്ടയാണല്ലോ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനം, സെല്ല്, സിംഗിൾ സെൽ, നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ഒറ്റ കോശമാണ് മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഏറ്റവും വലിയ കോശം പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, ഏതാണ് ജൈവലോകത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. പണ്ട് ഡൈനോസർ ഉണ്ടായിരുന്നപ്പോൾ ഡൈനോസറിൻ്റെ മുട്ടയായിരുന്നു ഏറ്റവും വലിയ കോശം. ഇപ്പോൾ ഡൈനോസർ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് ഇത്രയും 3 സാധനങ്ങളുടെ വഴിയായിട്ട് ആര്, ക്ലോയാക്ക പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കാം എന്താ ഫാലസ്. ഫാലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ ഫാലസ് ഇൻ ചിക്കൻ ഈസ് റെഡിമെന്ററി നോൺ പ്രൊട്രൂസിബിൾ അൺലൈക്ക് ഡക്സ് ആൻഡ് സം അതർ ബേർഡ്സ്. ചില ബേർഡ്സിനാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊട്രൂസിബിൾ ആണ്, പുറത്തേക്ക് തള്ളി വരും കേട്ടോ. പക്ഷേ ഇവിടെ എന്താണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, അങ്ങനെ സാധനം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അതായത് അനലോഗസ് ഓർഗൻ, അതായത് നമ്മുടെ ബേർഡ്സിൽ കാണപ്പെടുന്ന എന്താണ്, നമ്മുടെ പെനിസിന് സമാനമായ ഓർഗൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പറയാൻ പറ്റില്ല, കോപ്പുലേറ്ററി ഓർഗൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം ഫാലസ് ആണ്. നമുക്കറിയാം, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. ഓക്കെ, ഫാലസ്. അപ്പോൾ അത് നമ്മുടെ റുഡിമെന്ററി ആണ്, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. നോൺ പ്രൊട്രൂസിബിൾ ആണ്, പുറത്തേക്ക് തള്ളി വരില്ല. അൺലൈക്ക് ഡക്ക് ആൻഡ് സം അതർ ബേർഡ്സ്. ഡക്ക് പോലുള്ള ചില ബേർഡ്സിനാണെങ്കിൽ ചെറിയ പ്രൊട്രൂഷനും ഒക്കെ ഉണ്ട്, അതിന് ആക്ഷനും ഉണ്ട്. ഡ്യൂറിങ് മേറ്റിംഗ് എന്താ സംഭവിക്കുന്നത്, ക്ലോയാക്കൽ കിസ്സാണ് നടക്കുന്നത് അല്ലേ. ക്ലോയാക്കകൾ തമ്മിൽ കിസ് ചെയ്യുന്നു, ലിപ് ലോക്ക് അടിക്കുന്നു. 2 ക്ലോയാക്ക തമ്മിൽ ലിപ് ലോക്ക് അടിക്കുന്നു, അത്രയേ ഉള്ളൂ സംഭവിക്കുന്നത്. ക്ലോയാക്കൽ കിസ്സാണ് ഉണ്ടാകുന്നത്. റൂസ്റ്റർ ഇവേർട്സ് ഹിസ് ക്ലോയാക്ക ആൻഡ് ഡെപ്പോസിറ്റ് സെമൻ ഇൻ ദ ഹെൻസ് ക്ലോയാക്ക ത്രൂ ബ്രീഫ് കോൺടാക്ട്. അത്രയേ ഉള്ളൂ. ക്ലോയാക്ക തമ്മിൽ കിസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സെമനെ അതിലേക്ക് നിക്ഷേപിക്കുന്നു. ഇത്രയാണ് നമ്മുടെ എന്തിൽ നടക്കുന്നത്, റൂസ്റ്ററിൻ്റെ ഈ പറഞ്ഞ മേറ്റിംഗ് ബിഹേവിയറിൽ നടക്കുന്നത്. ഓക്കെ, അവിടെ ഫാലസിന് പ്രത്യേകിച്ച് ധർമ്മങ്ങളൊന്നും ഇല്ല തന്നെ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേടാ. അപ്പോൾ ക്ലോയാക്ക ആൻഡ് ഫാലസ് ഇറ്റ്സ് എ കോപ്പുലേറ്ററി ഓർഗൻ. ഫാലസ് എന്ന് പറയുന്നത്, ക്ലോയാക്ക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായി നമുക്ക്. 3 എന്തിൻ്റെയാണ്, കോമൺ ചേമ്പർ ഫോർ ഡൈജസ്റ്റീവ്, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫാലസ് എന്ന റുഡിമെന്ററി കോപ്പുലേറ്ററി ഓർഗനാണ്. അതുപോലെ മേറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ടും ക്ലോയാക്കൽ കിസ് വഴിയാണ് എന്ത്, ഹെൻസിൻ്റെ ക്ലോയാക്കയിലേക്ക് സെമനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തത് ആക്സസറി സെക്സ് ഓർഗൻസ്. ഇതായിരുന്നു അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഒരു കാര്യമില്ല ചോദിച്ചതാ. ചിക്കൻസ് ലാക്ക് ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ്. നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്കുള്ളതൊക്കെയാണ് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് അല്ലേ. ഇതെല്ലാം നമ്മുടെ ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആർക്ക്, അത് എന്തിനാണ് ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ഉള്ളത്? ഒന്ന് സെമിനൽ വെഹിക്കിളായിട്ടുള്ള സെമിനൽ പ്ലാസ്മ കൊടുക്കുക, പിന്നെ അതിൽ ഫ്രക്ടോസ്, പിന്നെ ബാക്കിയുള്ള ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കുന്ന ആരാണ്, ഈ പറഞ്ഞ ആക്സസറി സെക്സ് ഓർഗൻസ് ആണ്. ശരിക്കും നമ്മുടെ ഈ പറഞ്ഞ ടെസ്റ്റിസിന് എന്താ എൻ്റെ ലക്ഷ്യം, പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് അറിയണം, പ്രൈമറി സെക്സ് ഓർഗൻ മെയിലിൽ ദ ടെസ്റ്റിസ് ആണ് കേട്ടോ. ആക്സസറി സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ സെമിനൽ പ്ലാസ്മയെ സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ്. അതായത് സെമിൻ്റെ വെഹിക്കിൾ, സെമിൻ എന്ന് പറയാൻ പറ്റത്തില്ല, സ്പേമിൻ്റെ വെഹിക്കിളും സ്പേംസ് സെൽസൂടെ ചേരുമ്പോഴാണ് സെമൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ ലാക്ക് ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ലൈക്ക് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒന്നുമില്ല. ദാറ്റ് പ്രസന്റ് ഇൻ മാമൽസ് അല്ലേ, പ്രസന്റിലുള്ള മാമൽസിലുള്ളത് പോലെ ഈ സാധനമൊന്നും ചിക്കൻ ഇല്ല. അപ്പോൾ സ്പേം ഈസ് നറിഷ്ഡ് മെയിൻലി ബൈ സെക്രീഷൻസ് ഫ്രം ദ ടെസ്റ്റിസ് ആൻഡ് വാസ് ഡിഫറൻസ്. ടെസ്റ്റിസിലും വാസ് ഡിഫറൻസിലും ഉള്ള കുറച്ച് സെക്രീഷൻസ് ആണ് എന്ത്, ഈ സ്പേമിനെ നറിഷ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പോൾ അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ഉത്തരം ഡി ആയിരുന്നു. നൺ ഓഫ് ദ എബോവ്, ഒന്നും എന്തല്ല, ചിക്കൻ്റെ ആക്സസറി ഓർഗൻസ് അല്ല, ആക്സസറി ഗ്ലാൻഡ്സ് അല്ല എന്നുള്ള കാര്യമായിരുന്നു അതിൻ്റെ അന്നത്തെ ഉത്തരം. ഓക്കെ, അതും നമ്മുടെ കൊച്ചിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഹോർമോണൽ കൺട്രോൾ കൂടെ നോക്കാം. ഇത് നമ്മുടെ മാമൽസിലൊക്കെ പോലെ തന്നെയാണ്. കാരണം ഇത് നമ്മുടെ ചിക്കനിൽ നമ്മുടെ ക്യാറ്റിൽ പഠിക്കുന്ന അതേ സാധനം തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്, വേറൊന്നുമില്ല. നോക്കാം, ഇത് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടിരുന്നാൽ മാത്രം മതി, പഠിക്കാനൊന്നുമില്ല, എന്നാലും ഒന്ന് കേട്ടിരിക്കും. ഇനി ഇത് കയറി ചോദിച്ചിട്ട് എൻ്റെ കൊച്ചും എഴുതാതിരിക്കാൻ പറ്റണ്ട. അതായത് നമ്മൾ ഇതേ സാധനം ക്യാറ്റിൽ പഠിക്കും. അപ്പോൾ ക്യാറ്റിൽ ഇതാണല്ലോ പഠിച്ചത്, ചിക്കൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാതിരിക്കേണ്ട, അതുവേണ്ടിയാണ് ഇത് ഇവിടെ എടുത്ത് വെച്ചേക്കണം. നോക്കാം, ഇറ്റ്സ് കൺട്രോൾഡ് ബൈ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ്. എന്താ ഹൈപ്പോതലാമസ്? വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. വിശദമായിട്ട് ചിത്രം കാണിച്ച് അതിൻ്റെ ചാർട്ട് കാണിച്ച് പറഞ്ഞുതരാം. ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഗൊണാഡ്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും ക്യാറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഗൊണാഡ്സും.
അപ്പോൾ GnRH ഈ പേരുകൾ നിങ്ങൾ ഇപ്പോഴൊന്ന് കേട്ട് വെച്ചാൽ മതി. GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് എൻ്റെ ഉത്തരം. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. എന്താ ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ? ഗൊണാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന പേരാണ് ഗൊണാഡ്സ്. മെയിലാണെങ്കിൽ ടെസ്റ്റിസ്, ഫീമെയിലാണെങ്കിൽ എന്താ ഗൊണാഡ്സ്? ഓവറി. ഓവറി. ഓക്കെ, ഈ ഫീമെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓവറിയാണ്. കാരണം അവിടെയാണ് ഈ സെല്ല് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? മെയിലും ഈ സെല്ല് ഉണ്ടാകുന്നത്, റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സെല്ല് ഉണ്ടാകുന്നത് ടെസ്റ്റിസിലാണ്. അപ്പോൾ അവയാണ് നമ്മൾ ഗൊണാഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഗൊണാഡ്സിൽ പ്രവർത്തിക്കുന്ന ഹോർമോണിനെയാണ് ഗൊണാഡോട്രോപ്പിൻ എന്ന് വിളിക്കുക. ഗൊണാഡ്സിൽ പ്രവർത്തിക്കുന്ന ഹോർമോണിനെയാണ് നമ്മൾ ഗൊണാഡോട്രോപ്പിൻ എന്ന് വിളിക്കുക. ഇത് ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരും കേട്ടോ, ഇതേ കണക്ട് തന്നെ പറഞ്ഞുതരും. അപ്പം എന്താ GnRH എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഗൊണാഡോട്രോപ്പിന് റിലീസ് ചെയ്യടാ എന്ന് പറയുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഇത് ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്, തലച്ചോറുള്ള ഹൈപ്പോതലാമസ് ആണ്. നിങ്ങളിപ്പോൾ ഇത് കാണാതെ പഠിച്ച് വെക്കേണ്ട കേട്ടാ, നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ തലക്കെത്തി അത് കേട്ടിത്തരും. അതിന് വേണ്ടി അത് നല്ലൊരു സ്ലൈഡ് പ്രിപ്പയർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് GnRH വരുമെന്ന് മാത്രം മനസ്സിലാക്കിയാലും മതി. ഇപ്പം ഇതെന്താണെന്ന് ഇപ്പം മനസ്സിലാക്കിയ കാരണം ഇല്ല. ഓക്കെ, ഹൈപ്പോതലാമസ് GnRH വരും. അപ്പോൾ ഈ GnRH എന്തിൽ? ആന്റീരിയർ പിറ്റ്യൂട്ടറി വഴി പ്രവർത്തിക്കും. അത് ലൂട്ടിനൈസിങ് ഹോർമോണിനെ ഉണ്ടാക്കും, LH. ഇത് നമ്മുടെ ടെസ്റ്റിസിലുള്ള ലൈഡിങ് സെൽസിനെ ഉത്തേജിപ്പിക്കും. ഈ ലൈഡിങ് സെൽസിലാണ് എന്താ? ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാവുക. ഓക്കെ, ഇതേ സാധനം വിശദമായിട്ട് പടം വരച്ച് കാണിച്ചു തരും നിങ്ങൾക്ക്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതുപോലെ FSH അടുത്തത് പറഞ്ഞ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന സാധനമാണ്. ഇതാണ് സ്പെർമാറ്റോജെനിസിനെ സഹായിക്കുന്നത്. ഇപ്പം നിങ്ങളിവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അതുപോലെ ഗൊണാഡ്സും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഹോർമോണൽ കൺട്രോൾ, മെയിലിൻ്റെ ഹോർമോണൽ കൺട്രോൾ നിർവഹിക്കുന്നത്. മനസ്സിലാക്കി വെച്ചേക്കുക. ഹൈപ്പോതലാമസ് ആണ് GnRH ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോണിനെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കും. അപ്പോൾ LH ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കും. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാൻ അവൻ ആണായിട്ട് മാറും. ആണിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യണം? സ്പെർമാറ്റോജെനിസ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹോർമോൺ FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത്രയേ ഉള്ളൂ. ഇത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻ ദ ലേയിങ് ഹെൻ. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആണ് നോക്കാൻ പോകുന്നത്. ഫീമെയിൽ, മെയിലിൻ്റെ പരിപാടി കഴിഞ്ഞു. കൂടുതലാണോ എന്ന് വെച്ചാൽ കൂടുതലൊന്നും അല്ല മക്കളെ. ഇത് ഇങ്ങനെ നമ്മൾ എടുത്താൽ തീരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തിയാണ് ക്ലാസ്. ഡോണ്ട് വറി, കുറച്ചല്ലേ ആയുള്ളൂ. നോക്കാം. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ചിക്കൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ഓവറി മാത്രമേ ഫങ്ഷണലായിട്ടുള്ളൂ. ഒരു ഓവിഡക്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനുഷ്യരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഓവിഡക്റ്റ് ഉണ്ട്. ക്യാറ്റിലും 2 ഓവിഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓവിഡക്റ്റിൻ്റെ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഈ ഭാഗങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊരു ഓവറിയാണ്. ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും ചിക്കനെ സംബന്ധിച്ചിടത്തോളം കണ്ടോ, ഇത് നാളത്തെ യോക്ക്, ഇത് നെക്സ്റ്റ് ഡേ, അതിൻ്റെ അടുത്ത ഡേ, ഇങ്ങനെ ഒരു മുന്തിരി കൊല പോലെ കാണുന്ന സാധനമാണ് എന്ത്? ഓവറി എന്ന് പറയുമ്പോഴത്തേക്കും. ചിക്കനല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ അത് പിന്നെ പറഞ്ഞുതരാം. ഇതാണ് സ്റ്റിഗ്മ. നേരത്തെ പറഞ്ഞില്ലേ, ഓവറിയില അതിനകത്ത് എഗ് യോക്ക് ഉണ്ടാവും. എഗ് യോക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അതിനകത്ത് എന്തുണ്ടാവും? ഈ ഒരു ഭാഗത്ത് ബ്ലഡ് സ്പോട്ട് ഉണ്ടാവില്ല, അല്ലെ ബ്ലഡ് വെസൽസ് ഉണ്ടാവത്തില്ല. ഉണ്ടോ? അത് പൊട്ടിയാണ് ഈ സാധനം പുറത്തേക്ക്. ഇത് മുട്ടയല്ല കേട്ടോ, ഇത് മഞ്ഞക്കരുവാണത്. മഞ്ഞക്കരുവാണ് പൊട്ടി പുറത്തുനിന്ന്. ഈ സാധനം ഉണ്ടെങ്കിൽ ബ്ലഡ് സ്പോട്ട് ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലഡ് കണ്ട, അത് പൊട്ടി വരുമ്പോഴും നോക്കിയാണ് അവിടെ ഒരു തുള്ളി ബ്ലഡ് ഉണ്ടാവും. അതാണ് ബ്ലഡ് സ്പോട്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ പൊട്ടി പുറത്ത് വന്നാൽ എന്ത് സംഭവിക്കും? നോർമലി നമ്മുടെ ഓവിഡക്റ്റ് ഇതിനെ പിടിച്ചെടുക്കും. കണ്ടോ, ഓവിഡക്റ്റ് ഇതിനെ പിടിച്ചെടുത്തു. അതിനുവേണ്ടി ഫണൽ പോലെ ഇതിനെ കവർ ചെയ്തിരിക്കുവാണ് നമ്മളെ ഓവിഡക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം, ഇൻഫൻറ്റിബുലം. ഓക്കെ, അത് പിന്നെ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ആദ്യത്തെ ഭാഗത്ത് വെച്ചിട്ട് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങോട്ട് ചെയ്താൽ പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. കാരണം എന്താ? അതിൻ്റെ പുറമെ വീണ്ടും കുറേ അറകളൊക്കെ ഉണ്ടായി വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ നോക്കാം. ഇനി അടുത്ത് മാഗ്നത്തിൻ്റെ ഭാഗമാണ്. ഇൻഫൻറ്റിബിളത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. മാഗ്നത്തിൻ്റെ ഭാഗം നോക്കാം. മാഗ്നത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്ന കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ഈ എഗ്ഗിൻ്റെ വൈറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. കണ്ടോ, ഈ എഗ്ഗ് വൈറ്റ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുവഴി പോകുമ്പോൾ ഒരു ബുള്ളറ്റ് പോകുന്ന പോലെ ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് പോകുന്നത്. എഗ്ഗ് വൈറ്റ് ഇങ്ങനെ രൂപം കൊണ്ടുവരുന്നത് കണ്ടോ നിങ്ങൾ? കാണത്തില്ലേ നിങ്ങൾക്ക്?
ഇതതിൻ്റെ ഒരു ആക്ച്വലി ഒരു അല്ലാത്തൊരു വിസിബിലിറ്റിയാണ്. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ പറ്റി പിടിക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ വൈറ്റ് അല്ലേ, വൈറ്റിനകത്തുള്ള ചലാസ എന്ത് ചെയ്യും, ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ വരും. അതാണ് ചലാസിഫറസ് ലെയർ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ എഗ്ഗിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരും കേട്ടോ, ഓരോ ലെയറിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞുതരും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കെട്ടി നമുക്ക് നടുക്ക് നിർത്തണം മക്കളെ, ഇങ്ങനെ വലിച്ച് കെട്ടി നിർത്തണം, അല്ലെങ്കിൽ ഇതിങ്ങനെ താഴെ പോയി ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ലെയർ അപ്പുറം രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? ഇസ്തുമസിൻ്റെ ഭാഗമാണ് അല്ലേ, ഇസ്തുമസിൻ്റെ ഭാഗമാണ്. ഇസ്തുമസിലെത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഇസ്തുമസിലെത്താൻ വേറെ ഒന്നുമില്ല, വൈറ്റ് എല്ലാം രൂപം കൊണ്ടു, അതിൻ്റെ പുറമെ ഒരു ചെറിയ ഒരു ലെയർ രൂപം കൊള്ളണം അല്ലേ. മുട്ട പൊട്ടിക്കുമ്പോൾ നമ്മൾ 2 ലെയർ കാണാറുണ്ട്, അപ്പോൾ അതുണ്ടാവണം. അത് കഴിഞ്ഞ് അവസാനം യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ഷെല്ലിനെ ഡെപ്പോസിറ്റ് ചെയ്യും. യൂട്രസിലാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവമൊക്കെ നടക്കുക. അപ്പോൾ അവസാനത്തെ ഷെല്ലിൻ്റെ ഭാഗം മുട്ടയുടെ തോടും കൂടെ ആകുമ്പോഴത്തേക്കും മുട്ടയായി അല്ലേ. ഓക്കെ, അപ്പോൾ ഏകദേശം മുട്ടയുടെ ഒരു ഇത് ആയി വരുന്നു. ഓക്കെ, കണ്ടോ ഷെൽ ഗ്ലാൻസ് ഷെല്ലിന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലേ, അതൊക്കെ മൊത്തം നമുക്ക് ലൈക്ക് ഞാൻ ഒന്നും പറയുന്നില്ല, കണ്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഷെല്ല് ഫോം ചെയ്യാണ്. ഷെല്ലിൽ പോറുകൾ ഉണ്ടാകുന്ന കണ്ടോ നിങ്ങൾ, ഷെല്ലിൽ കുഞ്ഞു പോർസ് ഉണ്ടാകും കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ജീവൻ ഉണ്ടായി വരണം. അപ്പോൾ അതിനകത്തുനിന്ന് അകത്തേക്ക് ഓക്സിജൻ പോകണം, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡും പോകണം. ഇത് സംഭവിക്കണം. ഇനി അപ്പോൾ ഷെൽ പോറുണ്ട്, അതിൻ്റെ മുകളിൽ ക്യൂട്ടിക്കിൾ എന്നൊരു ആവരണം വന്നു. ക്യൂട്ടിക്കിൾ സെമി പെർമിബിൾ ആണ്, അകത്തേക്കും പുറത്തേക്കും ഇതിനെയൊക്കെ കടത്തിവിടും. എന്തിനാണ് ക്യൂട്ടിക്കിൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ബാക്ടീരിയയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്, വലിയ സാധനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും അവസാനം വജൈനയിൽ ഇത് OV പൊസിഷൻ എന്ന് പറയുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അവസാനം ഇങ്ങനെ ട്വിസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യം വരുമ്പോഴത്തേക്ക് ഈ ടെയിൽ ചെറിയ എൻഡായിരിക്കും വരുന്നത്. അവസാനം മുട്ട ഇടുന്നതിന് മുന്നേ ഇതൊന്ന് തിരിഞ്ഞിട്ടാണ് മുട്ട വീഴുന്നത് താഴെ പുറത്തേക്ക്. മുട്ട പുറത്തേക്ക് വീഴുന്ന ആ സമയത്ത് തന്നെ മാക്സിമം ആസ് വെൽ ആസ് പോസിബിൾ അതിനകത്തേക്ക് എന്താണ് നമ്മുടെ ഒരു എയർ സെല്ല് ഫോം ചെയ്യും കേട്ടോ. എയർ സെല്ല് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന സാധനമാണ്. ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണ വന്നിട്ടുണ്ട്. ഇനി പഠിപ്പിക്കുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പോൾ നോക്കാം നമുക്ക്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓവറി ആൻഡ് ഓവിഡക്റ്റ് ഓൺലി. അതുപോലെ ലെഫ്റ്റ് ഓവറിയാണ് എന്ത് ഫങ്ഷണൽ ആകുന്നത്, റൈറ്റ് അല്ല. സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിലും മറ്റിതര മൃഗങ്ങളിലാണെന്നുണ്ടെങ്കിലും എന്താണ് ലെഫ്റ്റും റൈറ്റും ഓവറിയും ഫങ്ഷനിലായിരിക്കും. പക്ഷേ ഒറ്റ ഓവറിയിൽ നിന്ന് മാത്രമേ ഒരു പ്രാവശ്യം ഓവുലേഷൻ ഉണ്ടാകുള്ളൂ എന്നേ ഉള്ളൂ. എന്താണ് ഓവറി നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീമെയിൽ ഗൊണാഡുകളാണ്. അപ്പോൾ ഓവറി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി ഒരു ജന്മത്തിൽ എത്ര മുട്ട ഇടുമോ അത്രയും ഓവംസ് ഇവിടെ ഇൻബിൽറ്റാക്കി വെച്ചുകൊണ്ട് മാത്രമേ ഈ കോഴി വിരിയത്തുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളാം കേട്ടോ. മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ്. മനുഷ്യർ മുട്ടയിടുന്നത് നിങ്ങൾക്കറിയാം, സ്ത്രീകൾ മുട്ടയാണ് ഇടുന്നത് അല്ലേ. ഇതേപോലെ സെല്ലിനെയാണ് സ്ത്രീ പുറത്തേക്ക് വിടുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ ഇതേപോലെ എവിടെ നടക്കും? ഇൻഫന്റിബിൾ തന്നെയാണ് സ്ത്രീകളിൽ നടക്കുന്നത്. ആ മുട്ടയ്ക്ക് അത് വന്ന് യൂട്രസിൽ ഇരുന്ന് വളർന്ന് കുഞ്ഞായി പുറത്ത് വരുന്നേ ഉള്ളൂ. ഇത് പുറത്ത് വെച്ച് കുഞ്ഞിനെ വിരിക്കാനുള്ള ഒരു സ്ട്രക്ചർ അവിടെ വെച്ച് രൂപം കൊടുത്തിക്കൊണ്ട് ആ ഗർഭകാലം പുറത്ത് വെച്ച് ചെയ്യുന്നു. ഇതാണ് ബേർഡ്സിൽ ചെയ്യുന്നത് അല്ലേ. മനുഷ്യരും മുട്ടയിടുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചും ഇതേ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ക്യാറ്റിനെ സംബന്ധിച്ചിടത്തോളവും ക്യാറ്റിന് എത്രത്തോളം എഗ്ഗുകൾ അതിൻ്റെ ഉള്ളിലുണ്ടോ അത്രത്തോളം അത് ഒരിക്കലും ലൈഫ് ടൈമിൽ പുതിയ എഗ്ഗിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഒരു ആനിമലും. പക്ഷേ മെയിൽ അങ്ങനെയല്ല. മെയിലിനെ സംബന്ധിച്ചിടത്തോളം സ്പെർമാറ്റോജെനസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കോടാനുകോടി സ്പേംസ് ആണ് ഓരോ ഇജാക്കുലേഷനും പുറത്ത് വരുന്നത്. അതിങ്ങനെ പുതിയനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആൾറെഡി ഉണ്ടാകും. ഓരോ സീസൺ ആകുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്ത് വലുതായി പുറത്തേക്ക് വരുമെന്നുള്ളതാണ് നമ്മുടെ ഓവറിയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ലെഫ്റ്റ് ഓവറിയാണ് ആർക്ക് ഫങ്ഷണലാകുന്നത്? ഹെന്നിൽ ആദ്യം ഫങ്ഷണലാകുന്നത് ആരാണ്? ലെഫ്റ്റ് ഓവറിയാണ്. മനസ്സിലാക്കി പോവുക കേട്ടോ. അതുപോലെ എന്താ ഓവറി? ഓവറി ഈസ് ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് വിച്ച് കണ്ടെയ്ൻസ് ഇമ്മച്ചുർ ഓവ കാൾഡ് ഫോളിക്കിൾസ് അല്ലേ. ഈ ഇമ്മച്ചുർ ഓവാസ് ഫോളിക്കിൾസ് എന്ന് പറയുന്ന രൂപത്തിലാണ് കാണുന്നത്. നിങ്ങൾ ഈ സാധനം പൊരിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. കുഞ്ഞുമുട്ട അല്ലെങ്കിൽ ചിന്ന മുട്ട എന്നൊക്കെ പറയാം അല്ലെ. നമ്മൾ ഈ മുട്ടക്കോഴിയെ മേടിക്കുമ്പോഴത്തേക്ക് ഈ സാധനം അതിനകത്ത് കാണും, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അതെന്താണ്, ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ഒരു മുന്തിരിക്കൊല പോലെ കാണപ്പെടും. അതിനകത്ത് എന്താണ്, ഇമ്മച്ചുർ ഓവ ഉണ്ട്, ഫോളിക്കിൾസ് എന്നാണ് പറയപ്പെടുന്നത്. ഓവിഡക്റ്റ് ഈസ് എ ലാർജ് ഫോൾഡഡ് ട്യൂബ്. ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താ ഓവിഡക്റ്റ്? ഓവിഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള സാധനം ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലാർജ് ഫോൾഡഡ് ട്യൂബ് ഓക്കുപൈഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ കേസ് ഓഫ് ചിക്കൻ. ചിക്കന്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് കാണപ്പെടുക? ഓവിഡക്റ്റ് കാണപ്പെടുക. വേണമെങ്കിൽ ചോദിക്കാം, ചിക്കനിൽ ഓവിഡക്റ്റ് കാണപ്പെടുന്നത് ഏത് സൈഡിലാണ്? അബ്ഡോമിനൽ ക്യാവിറ്റി ഏത് സൈഡിൽ? ലെഫ്റ്റ് സൈഡാണ്. അതുപോലെ ഓവിഡക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 5 റീജിയൻസ്. എന്തൊക്കെയാണ്? ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം ആദ്യം കാണപ്പെടുന്ന ഇൻഫണ്ടിബുലം ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചർ കണ്ടില്ലേ അവിടെ കവർ ചെയ്തിരിക്കുന്നത്? ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം ആദ്യം മുട്ടയെ ക്യാച്ച് ചെയ്ത ആളിനെ കണ്ടില്ലേ? യെസ്, ആ ക്യാച്ചർ, അതാണ് ഇൻഫണ്ടിബുലം. അതുപോലെ ഇൻഫണ്ടിബുലം അല്ലെങ്കിൽ ഫണൽ എന്ന് പറയും. അതുപോലെ മാഗ്നം എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വലിയ ഭാഗം, മാഗ്നം. എന്തോ കാര്യം മാഗ്നത്തിന് എന്തിനാ അങ്ങനെ വലുതാക്കി വെച്ചേക്കണേ? മഞ്ഞ ഇവിടെ നിന്നുണ്ടാവും, പിന്നെ മുട്ടയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളയാ അല്ലേ? ആ വെള്ളയെ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ആര്? മാഗ്നം. വെള്ള സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞയാണ് ശരിക്കുള്ള മുട്ട. മനസ്സിലായി? ശരിക്കുള്ള മുട്ട ആരാണ്? മഞ്ഞയാണ്. അതിനെയാണ് ആർക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യേണ്ടത്? ആര്? സ്പേം. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളയൊക്കെ തുളച്ചകത്ത് പോകാൻ വലിയ പാടല്ലേ? ആർക്ക്? സ്പേമിന് പാടല്ലേ? സ്പേം ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുക, പാടാണ്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കും? ഇവിടെ നടക്കും. എവിടെ? ഇൻഫണ്ടിബിലത്തിൽ വെച്ച് തന്നെ നടക്കും. അവിടെ വെച്ച് നടക്കാൻ പാടുള്ളൂ, അവിടെ വെച്ച് നടക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ മാഗ്നം ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഭാഗം, കട്ടിയുള്ള ഭാഗം എന്താ ഉണ്ടാക്കുന്നത്? മഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള എന്താ? വെള്ളയാണുള്ളത് അല്ലേ? വെള്ള, മാഗ്നം. അപ്പോൾ ഒന്ന് ഇൻഫണ്ടിബുലം പഠിച്ചു, മാഗ്നം പഠിച്ചു. അടുത്ത എന്താണ് വരുന്നത്? ഇസ്തുമസ് എന്ന് പറയുന്ന ഭാഗം. ഇസ്തുമസ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളയായി കഴിഞ്ഞു. പിന്നെ എന്താ വേണ്ടേ? മുട്ടയുടെ രൂപത്തിലാണതിന് മുന്നേ അകത്ത് 2 മെമ്പറൈൻ കൊടുക്കണം അല്ലേ? ഷെൽ മെമ്പറൈൻസ് കൊടുക്കണം, അല്ല എഗ്ഗിന്റെ മെമ്പറൈൻ കൊടുക്കണം. മെമ്പറൈൻ നിങ്ങൾ വലിച്ച് എടുക്കാനല്ലേ? പാടാ അത് തന്നെ. അപ്പോൾ എന്താണ് ഇസ്തുമസ്? അതുപോലെ പിന്നെ യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഭാഗം, അവിടെ ഞാൻ ഷെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്, പിന്നെ വജൈന. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഷെൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂട്രസ്, പിന്നെ വജൈന. ഇങ്ങനെ 5 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ എന്തിനെ ഓവിഡക്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഒരുപാടില്ലല്ലോ, നേരത്തെ സിനിമ കണ്ടുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഇൻഫണ്ടിബുലം നോക്കാം. ഇൻഫണ്ടിബുലം റിസീവ്സ് ദ യോഗ് ഫ്രം ദ ഓവറി. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഫെർട്ടിലൈസേഷനും അവിടെ വെച്ച് മാത്രമേ നടക്കാൻ പാടുള്ളൂ. നമുക്കറിയാം, റിസീവ്സ് ദ യോഗ് ഫ്രം ദ ഓവറി. കണ്ടോ, ഇവിടെ നിന്നും പൊട്ടി വന്ന ഇതിനെ നമുക്ക് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫണ്ടിബുലത്തിന്റെ ഫംഗ്ഷൻ. ഇൻഫണ്ടിബുലത്തിന്റെ എൻഡിൽ ഫിംബ്രിയ എന്ന് പറയുന്ന വിരല് പോലെ സ്ട്രക്ചറൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ പഠിക്കണ്ട, ക്യാറ്റിലിന് പഠിക്കാം കേട്ടോ. ഇൻഫണ്ടിബുലം റിസീവ്സ്, ക്യാച്ച് ചെയ്യുന്നു, യോഗ് ഫ്രം ദ ഓവറി. അതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിച്ച പ്രീവിയസ് ആണ്. ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഇൻഫണ്ടിബുലത്തിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ഞാൻ ഇവിടെ അണ്ടർലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കളറൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നത്? ഇൻഫണ്ടിബുലത്തിലാണ് നടക്കുന്നത്. പിന്നെ എന്താ മാഗ്നോ എന്ന് പറഞ്ഞാൽ? സെക്രീറ്റ്സ് ദ തിക്ക് ആൽബുമിൻ ഓർ വൈറ്റ്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. അതുപോലെ അതിനകത്ത് ജലത്തിൻ്റെയും സാൾട്ടിൻ്റെയൊക്കെ സെക്രീഷൻ ഉണ്ടായിരിക്കും കുറച്ച്. അപ്പോൾ മാഗ്നം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ്? സെക്രീറ്റ്സ് ദ തിക്ക് ആൽബുമിൻ ഓർ വൈറ്റ് അല്ലേ? ഓക്കെ. അതുപോലെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ഇൻ കേസ് ഓഫ് ചിക്കൻ എന്ന് ചോദിച്ചാൽ ആരാണ്? മാഗ്നമാണ്, മറന്നു പോകരുത്. ഇനി ഇസ്തുമസ് സെക്രീറ്റ്സ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ലെയർ ഓഫ് ഷെൽ മെമ്പറൈൻ. ഇവിടെ ഈ പറഞ്ഞ തിക്ക് ആൽബുമിൻ മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെയർ ഉണ്ട്. രണ്ടാമത്തെ ലെയറൊക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ഈ പറഞ്ഞ കൂടുതൽ ജലാംശം ഉള്ളത്. നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കട്ടിയുള്ളൊരു വെള്ളയും കാണും, പിന്നെ ഓടി നടക്കുന്ന വെള്ളയില്ലേ, കണ്ടിട്ടില്ലേ? ഓടി നടക്കുന്ന വെള്ളം, അതെല്ലായിടത്തും ഒന്നും ആവും. അതിൽ കൂടുതൽ ജലാംശമാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ആരാണ്? മാഗ്നം തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇസ്തുമസ് മൂന്നാമത്തെ ഭാഗം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഇൻഫണ്ടിബുലം ക്യാച്ച് ചെയ്താൽ എവിടെ? ഇൻഫണ്ടിബിളിൽ ഫെർട്ടിലൈസേഷൻ നടന്നു. അത് കഴിഞ്ഞ് ഇതിനെ ചുരുണ്ട് മാഗ്നത്തിലൂടെ വന്നു, ഏകദേശം 3 മണിക്കൂർ അല്ലേ? അത് കഴിഞ്ഞ് ഇസ്തുമസിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ
സോഫ്റ്റ് ഷെൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് സെൽ മെമ്പറൈൻസ് അല്ലെങ്കിൽ ഔട്ടർ ലെയർ ഓഫ് ഷെൽ മെമ്പറൈൻസ് ആര് ഇസ്തുമസിൽ കൊടുക്കുന്നു. അതുപോലെ യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദ ഷെൽ ആൻഡ് ഷെൽ പിഗ്മെന്റ്. കേട്ടോ, ഷെല്ലും ഷെൽ പിഗ്മെന്റും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ. ഷെല്ല് മാത്രമല്ല, ഷെല്ലിന്റെ കളറും കൊടുക്കുന്ന, കളർ അടിക്കുന്ന പെയിന്റ് അടിപ്പ് ഇവിടെ നടക്കും. യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡിൽ നടക്കും. വജൈന എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾഡ്സ് ദ എഗ് അൺടിൽ ഇറ്റ് ഈസ് ലെയ്ഡ് ആൻഡ് ഹാവിംഗ് സ്പേം നെറ്റ്സ് ഫോർ ഹോൾഡിംഗ് ദ ലൈവ് സ്പേംസ്. അല്ലെ, വജൈന എന്ത് സംഭവിക്കും? ഇത് എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതുവരെ അതിനെ അവിടെ നിർത്തുക എന്നുള്ള വജൈനയുടെ ഫംഗ്ഷൻ. അതുപോലെ അതിനകത്ത് എന്തുണ്ട്? ലൈവ് സ്പേമിനെ ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒരു സ്പേം നെറ്റും ഇവിടെയുണ്ട്, വജൈനയിലേക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എന്നാൽ അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കുന്നില്ല. അതായത് ഇപ്പോൾ നടക്കുന്ന കോപ്പുലേഷൻ വഴി വന്നിട്ടുള്ള ലൈവ് സ്പേമിനെ അവിടെ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇത് പൊക്കോണ്ടേയിരിക്കും. അതാണ് അത് അവിടെ വെച്ചിട്ട് എവിടെ വെച്ചിട്ട് ഇൻഫൻറ്റിബിലിറ്റി വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വജൈന എന്താണെന്ന് മനസ്സിലായി. വജൈനയുടെ ഫംഗ്ഷൻ എന്താണ്? ടെക്സ്റ്റിൽ ഇത്ര പറയുന്നുള്ളൂ, ഹോൾഡ് ദ എഗ് അൺടിൽ ഇറ്റ് ഈസ് ലെയ്ഡ്. അതേപോലെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റിനിൽ വന്ന അഡീഷണൽ പോയിന്റാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് എന്തുണ്ട്? സ്പേം നെറ്റ് ഉണ്ട്. അതിനെന്താണ്? ലൈവ് സ്പേമിനെ ഹോൾഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. വജൈനയിൽ കാണപ്പെടുന്ന, ബേർഡ്സിന്റെ വജൈനയിൽ കാണപ്പെടുന്ന സ്പേം നെസ്റ്റ്. സ്പേം നെറ്റ് അല്ലടാ, സ്പേം നെസ്റ്റ്. സ്പേം കൂടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഒന്നുകൂടെ പറയാം. ഇൻഫൻഡിബുലം ക്യാച്ച് ചെയ്യുന്നു, അവിടെ വെച്ചേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. ഈ മാഗ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഈ നമ്മുടെ ഓവറിയുടെ ഈ പറഞ്ഞ പോലെ ഓരോ ഓവത്തിന്റെ പുറമേ ഉള്ള ഒരു കവറേജ് ആണ് കേട്ടോ. അവിടെ കാണപ്പെടുന്ന ഈ പുറമേ ഈ ബ്ലഡ് ഒക്കെ ഉള്ള ഒരു സാധനമില്ലേ, അതാണ്. അവിടെ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാവില്ല, ഇവിടെ ബ്ലഡ് സപ്ലൈ ഒന്നും ഉണ്ടാവില്ല. അതിന് മാഗ്നം എന്ന് പറയാം. അവിടെ നിന്ന് പൊട്ടിയാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ ഏതെങ്കിലും ബ്ലഡ് വെസൽസ് ക്ലോസിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് ബ്ലഡ് സ്പോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കാം. മാഗ്നം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇൻഫൻറ്റിബിൾ എന്താണ്? റിസീവ്സ് ദ യോക്ക് ഫ്രം ദ ഓവറി. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ആര്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലൈവ് സ്പേം പോയി അതിനകത്ത് കൂടിച്ചേരുന്നത്, എന്നാലേ ജീവൻ ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത മുട്ട വിരിച്ചാൽ വിരിയത്തില്ല. അറിയാമല്ലോ, ഇത് മേറ്റിംഗ് നടന്നിട്ട് ഈ ഓവവും നമ്മുടെ സ്പേമുമായിട്ട് കൂടിച്ചേർന്നാൽ മാത്രമേ അത് മുട്ട വിരിയത്തുള്ളൂ. അറിയാമല്ലോ നിങ്ങൾക്ക്. എല്ലാ മുട്ടയും അടവെച്ചാൽ വിരിയില്ലല്ലോ. അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. അതിനുശേഷം എന്താണ്? മാഗ്നം പറഞ്ഞു. മാഗ്നത്തിനകത്ത് ഇങ്ങനെ ചുറ്റി പുറമേ എന്താണ്? ആൽബുമിൻ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇസ്തുമസിനകത്ത് സോഫ്റ്റ് ഷെല്ല്, പിന്നെ യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡ്, പിന്നെ വജൈനയിൽ അത് എത്ര നേരം പുറത്തേക്ക് പോകുമ്പോൾ അത്രയും നേരം അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. വജൈനയിൽ ഒരു അഡീഷണൽ പോയിന്റ് പഠിക്കുന്നത് നമ്മൾ എന്താണ്? സ്പേം നെസ്റ്റുകളുണ്ട്. എന്തിനാണ്? ഫോർ ഹോൾഡിങ് ലൈവ് സ്പേംസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എഗ് ഫോർമേഷൻ ഒന്നും കൂടെ നമുക്ക് ഇതെല്ലാം റെപ്പറ്റീഷനാണ്. നിങ്ങളതൊന്ന് പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നുകൂടെ പറയാണ്. യോക്ക് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഫോളിക്കിൾസ് ഓഫ് ഓവറി ഫ്രം കണ്ടൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബ്ലഡ്. ബ്ലഡിൽ നിന്ന് ഉള്ള കണ്ടൻസ് എടുത്തിട്ട് യോക്ക് ഉണ്ടാകുന്നത് ഓവറിക്കകത്താണ്, നമുക്കറിയാം. അതുപോലെ ഫോളിക്കുലർ മെമ്പറൈൻ ഈസ് വെൽ സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ് എക്സെപ്റ്റ് അറ്റ് എ പോയിന്റ് കാൾഡ് സിഗ്മ. അല്ലെ, ഈ ഫോളിക്കുലർ മെമ്പറൈൻ ഇത് ഓവറിയുടെ ഫോളിക്കിൾസ് ആണ്. ഫോളിക്കിൾസ് പൊട്ടിയല്ലേ അകത്തുനിന്ന് എന്ത് വരുന്നത്? ഓവം വരുന്നത്. അപ്പോൾ ഈ ഫോളിക്കുലാർ മെമ്പറൈനാണ് ഈ പുറമെ ഈ ബ്ലഡ് സപ്ലൈ എല്ലാം കൊടുത്ത് കാണുന്നത്. ഇതിനകത്ത് വരുന്ന ബ്ലഡ് സപ്ലൈ വഴിയാണ് ഇതിനകത്ത് യോക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോളിക്കുലാർ മെമ്പറൈനിൽ ഒരു ഇഷ്ടം പോലെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് ഒരു ഭാഗത്ത് മാത്രം കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല. ആ ഭാഗത്ത് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയും. സ്റ്റിഗ്മ, പേര് പഠിച്ചോ? സ്റ്റിഗ്മ, കൊച്ചും കിടാൻ കൊള്ളാം. സ്റ്റിഗ്മ അവിടെ ബ്ലഡ് സപ്ലൈ ഇല്ല. അപ്പോൾ അവിടെ ഇൻ കേസ് 1-2 ബ്ലഡ് വെസൽ ഉണ്ടെങ്കിൽ അതിൽ ബ്ലഡ് സ്പോട്ട് ഉണ്ടായിരിക്കും ചെയ്യും. അത് പൊട്ടുമ്പോഴത്തേക്കും ആ ബ്ലഡ് വെസൽ പൊട്ടും. അപ്പോൾ ആ ഒരു തുള്ളി ബ്ലഡ് നമ്മുടെ ഈ മുട്ടയ്ക്കകത്ത് വീഴും. ഓക്കെ, നോക്കാം. ആഫ്റ്റർ ഓവുലേഷൻ ദ യോക്ക് ഈസ് റിസീവ്ഡ് ബൈ ദ ഇൻഫൻറ്റിബുലം ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻ ഇൻഫൻറ്റിബുലം ഫോർ 15 മിനിറ്റ്സ്. ചോദ്യം ഇതാണ്, എത്ര സമയം ഉണ്ടായിരിക്കും? 15 മിനിറ്റ്സ്. ആ സമയത്ത് വേണമെങ്കിൽ വന്ന് കയറിക്കോണം. ആര്? സ്പാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 15 മിനിറ്റ് നിന്നേരും. വേണം നമുക്ക് കയറിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുട്ട ഇങ്ങനെ 15 മിനിറ്റ് നിൽക്കും. കയറിയില്ലെങ്കിൽ അതിൻ്റെ പാട്ട് ഞങ്ങൾ പോകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റ് ആണ് ഇതിന് സമയം കൊടുക്കുന്നത്. ഓക്കെ, ഒരു 15 മിനിറ്റ് തരൂ അഭിലാഷേ. 5 മിനിറ്റ് അല്ലേ? 5 സെക്കൻഡ് അല്ലേ? 30 സെക്കൻഡ്. ഒരു 30 സെക്കൻഡ് തരും എന്ന് പറയാം. 15 മിനിറ്റ് തരൂ, ഞാനൊന്ന് ഫെർട്ടിലൈസ് ചെയ്തോട്ടെ എന്നുകൊണ്ട് ആര് വരെയാണ്? സ്പേം വരെയാണ്. ഓക്കെ, 15 മിനിറ്റ് മറക്കല്ലേ കേട്ടോ, ഇനി മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇൻ മാഗ്നം ആൽബുമിൻ ഓർ എഗ് വൈറ്റ് ഈസ് സെക്രീറ്റഡ് അറൌണ്ട് ദ യോക്ക്. അപ്പോൾ സ്പേമിനെ കിട്ടി ഫെർട്ടിലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായി ടെങ്കണായി വരെയാണ്. അങ്ങനെ വരണ സമയത്ത് എന്താണ്?
ആൽബുമിൻ ഓർ എഗ് വൈറ്റ് ഈസ് സെക്രീറ്റഡ് അറൗണ്ട് ദ യോക്ക്. ആൽബുമിൻ അല്ലെങ്കിൽ എഗ് വൈറ്റ് യോക്കിന് ചുറ്റാകെ ഉണ്ടായി വരും. ഓക്കെ. അതുപോലെ എന്താണ്, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് അത് ഫോം ചെയ്യും. ടേണിങ് ഉണ്ടാവും, ട്വിസ്റ്റിംഗ് ഉണ്ടാവും, വാട്ടറിൻ്റെ അഡീഷൻ ഉണ്ടാവും. ഏകദേശം 3 മണിക്കൂർ എടുക്കും കേട്ടോ. ഒരു സിനിമയുടെ ഡ്യൂറേഷനാണ് രണ്ടാമത്. സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂർ. എവിടെ? മാഗ്നത്തിൽ. എന്തിന്? വൈറ്റിലുണ്ടാവാൻ. സിനിമയുടെ ഡ്യൂറേഷൻ മറക്കോ? 2.5 മണിക്കൂറേ ഉള്ളല്ലേ ഇപ്പോഴത്തെ സിനിമ. ലൂസിഫർ 3 മണിക്കൂറില്ലേ? ഉണ്ടെന്നായി തോന്നുന്നത്. 3 മണിക്കൂർ സിനിമ ഉണ്ട്. 3 മണിക്കൂർ എടുക്കും. എവിടെ? മാഗ്നത്തിൽ. എത്ര? 3 മണിക്കൂർ എടുക്കും മാഗ്നത്തിൽ. ഇനി എന്താ ഇസ്തുമസിൽ നോക്കാം. ഇസ്തുമസിൽ ഷെൽ മെംബ്രെയിൻസ് ആർ ഫോംഡ് വിത്തിൻ 75 മിനിറ്റ്സ്. 75 മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം, നമ്മുടെ പഴയ PSC പരീക്ഷയുടെ സമയമാണ്. 1.25 മണിക്കൂർ അല്ലെ? ഇപ്പോഴും 1.5 മണിക്കൂറാണ്, 90 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ പഴയ PSC പരീക്ഷയുടെ സമയമാണ് നമുക്ക് ഷെൽ മെംബ്രെയിൻ ഉണ്ടാകാൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ? 75 മിനിറ്റ്സ്. ഇസ്തുമസിൽ ഷെൽ മെംബ്രെയിൻ ഉണ്ടാകാൻ പഴയ PSC പരീക്ഷയുടെ സമയം. ഒന്നുകൂടെ പറയാം. ആദ്യം ഇൻഫണ്ടിബുലം ക്യാച്ച് ചെയ്തു, അപ്പോഴേ സ്പാം ഇങ്ങനെ വരെയാണ്. ഒരു 15 മിനിറ്റ് തരും എനിക്ക്, 15 മിനിറ്റ് തരും സ്പാം വരെയാണ്. ഓക്കെ, അവിടെ 15 മിനിറ്റ്. ഇനി ഒരു സിനിമയുടെ സമയം എടുക്കും ആര്? വൈറ്റ് ഫോം ചെയ്ത് ഇങ്ങനെ ഉരുണ്ട് വരാൻ ഒരു പുലി പുരുക്കേണ്ട സമയം 3 മണിക്കൂർ. അതുപോലെ ഇസ്തുമസിൽ എത്തിയിട്ട് ഷെൽ മെംബ്രെയിൻ ഉണ്ടാവണമെങ്കിൽ എത്ര? 75 മിനിറ്റ്, പഴയ PSC പരീക്ഷയുടെ സമയം. ഓക്കെ അല്ലേ? മറക്കോ? ഇനി സമയം മറക്കരുത്, സമയം ചോദിക്കും കേട്ടോ. അപ്പം ഇനി എഗ് ഫോർമേഷനിൽ നോക്കാം. ഇൻസൈഡ് ദ യൂട്രസ് ഷെൽ ഈസ് ഫോംഡ് അറൗണ്ട് ദ ആൽബുമിൻ മെയിൻലി ഫ്രം കാൽഷ്യം കാർബണേറ്റ് സെക്രീറ്റഡ് ബൈ യൂട്രൈൻ ഗ്ലാൻസ്. അപ്പോൾ ചോദിക്കാം, എന്താണ് യൂട്രൈൻ ഗ്ലാൻസ് നമ്മുടെ ചിക്കനിൽ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ? എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, മറന്നു പോകരുത്, മാറിപ്പോകരുത്. അപ്പോൾ ഷെല്ല് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? യൂട്രൈൻ ഗ്ലാൻഡ് ആണ് കൊടുക്കുന്നത്. അത് എവിടെയാണ്? യൂട്രസിനുള്ളിലാണ്. യൂട്രസിന് അതുകൊണ്ട് തന്നെ ഷെൽ ഗ്ലാൻഡ് എന്നും പറയും അല്ലേ? ഓക്കെ. അതുപോലെ പോസ്റ്റീരിയർ പാർട്ട് അല്ലേ? പോസ്റ്റീരിയർ പാർട്ട് ഓഫ് യൂട്രസിൽ എത്തുമ്പോഴത്തേക്കും എന്താണ്? ഒരു ക്യൂട്ടിക്കിളും കൂടെ എന്ത് ചെയ്യും? അത് ഉൽപ്പാദിപ്പിക്കും. ക്യൂട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീനാണ് കേട്ടോ. ഒരു പ്രോട്ടീൻ കവറിംഗ് ആണ്, തിൻ കവറിംഗ് ആണ്. ഇതിന് ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും പുറമേ നിന്നുള്ള ബാക്ടീരിയ അകത്തോട്ട് കയറരുത്. പ്രധാനമായിട്ടും ബാക്ടീരിയ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യൂട്ടിക്കിൾ ഉള്ളത്. ക്യൂട്ടിക്കിൾ എന്ന് പറയുമ്പോൾ തിൻ മെംബ്രെയിൻ കവറിങ്ങിന് മിക്കവാറും പലതിനും നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മുടെ ഇലയുടെ മുകളിലുള്ളതിനെ ക്യൂട്ടിക്കിൾ പറയാറുണ്ട് അല്ലേ? ഇനിയാണ് ലോങ്ങസ്റ്റ് വെയിറ്റ് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. സിനിമ എല്ലാം റെഡിയായി, 21 മണിക്കൂർ ഇവൻ അവിടെ ഇരിക്കും. 21 മണിക്കൂർ ഇരിക്കും അല്ലേ? മൊത്തം എത്ര സമയമായി മക്കളെ? 21 മണിക്കൂറും 3 മണിക്കൂറും 24 മണിക്കൂറായി. പിന്നെ അവിടെ 75 മിനിറ്റും 15 മിനിറ്റും, അപ്പോൾ 1.5 മണിക്കൂറായി. അപ്പോൾ 24 മണിക്കൂറും 1.5 മണിക്കൂറും വേണം അല്ലേ ഒരു മുട്ട ഉണ്ടായി വരാനായിട്ട്. ഓക്കെ, അപ്പോൾ യൂട്രസിലാണ് ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുക. എഗ് ഈസ് ദെൻ പാസ്ഡ് ടു വജൈന. അതായത് വജൈനയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതുവരെ നമ്മുടെ ഈ പറഞ്ഞ സ്മാൾ എൻഡാണ് ഫ്രണ്ടിൽ വരിക. അത് 180 ഡിഗ്രി ഒരു മലക്കം വരിയും. നിങ്ങൾ അവസാനം കണ്ടില്ലേ? മലക്കം പറഞ്ഞ് കണ്ടില്ലേ? 180 ഡിഗ്രി മലക്കം പറഞ്ഞിട്ട് എന്താണ് മുട്ട ഇടുന്ന സമയത്ത് OV പൊസിഷൻ എന്ന് പറയും കേട്ടോ. OV പൊസിഷൻ എന്ന് പറയും. മുട്ട ഇടുന്ന പ്രവൃത്തിയെ OV പൊസിഷൻ വേണമെങ്കിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് OV പൊസിഷൻ. അപ്പോൾ OV പൊസിഷൻ സമയത്ത് എന്താണ്? അതിന് ലാർജ് എൻഡാണ് താഴെ വന്ന് വീഴുന്നത്, നിങ്ങൾക്കറിയാം. അതുപോലെ എയർ സെൽ ഉണ്ടായി വരും. എവിടെ? എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ പുറമേ നിന്ന് കുറച്ച് എയർ അകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതിനെ എയർ സെൽ എന്ന് പറയും. അത് ലാർജ് എൻഡിലല്ലേ ഉണ്ടാവുക, ഇവിടെയല്ലേ എയർ സെൽ ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് OV പൊസിഷൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് സിനിമ ഒന്നുകൂടെ കാണാം. സിനിമ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കും സംഗതി അടിപൊളിയായിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ കേട്ട് ആൻസർ പറയുമ്പോഴത്തേക്കും പക്കയാവില്ല. ഒരു 99%, 90, ചിലർക്ക് 98% ആവും, ചിലർക്ക് 90% ആവും, ചിലർക്ക് 99% ആവും, ചിലർക്ക് 100% ആവും. വാട്ടവർ, ഈ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യലേ എല്ലാവർക്കും 100% ആവത്തുള്ളൂ. അത് 200% മാറ്റണം. എപ്പോഴും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റണം. കാരണം കഴിഞ്ഞ 2 പരീക്ഷയിൽ നിന്ന് മാത്രമാണ് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, മനസ്സിലാക്കണം. 3 ചോദ്യമൊക്കെ ഓരോ പരീക്ഷ ചോദിച്ചേക്കണം ഈ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച 2 മാർക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും കേട്ടോ. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നെ മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെ ഭാഗങ്ങളാണുള്ളതെന്ന്. ഓവറി കാണാം അല്ലെ? ലെഫ്റ്റ് ഓവറി മാത്രമാണ് ഫംഗ്ഷനിലാവുന്നത്. ഓവിഡക്റ്റ് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് ഓവർ ഫംഗ്ഷനിലാവത്തില്ല ചിക്കനിൽ. അപ്പോൾ ഓവറി ഉണ്ട്, ഓവിഡക്റ്റിൻ്റെ ഭാഗമുണ്ട്. ഓവിഡക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഇൻഫണ്ടിബുലം എന്ന് പറയുന്നു അല്ലേ? പിന്നെ മാഗ്നം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭാഗം, ഇസ്തുമസ് എന്ന് പറഞ്ഞ ഭാഗം, പിന്നെ എന്താണ് ഷെൽ ഗ്ലാൻ അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറഞ്ഞ ഭാഗം, പിന്നെ വജൈന. വജൈനയിൽ അവസാനം മുട്ട ഒരുപാട് സമയം ഇരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നാളത്തെ യോക്ക്, മറ്റന്നാളത്തെ യോക്ക്, അതിൻ്റെ പിറ്റന്നത്തെ യോക്ക്, ഇങ്ങനെ ഇരിക്കുകയാണ് സാധനം. മനസ്സിലായി? നിങ്ങൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓവറി കാണാം അല്ലേ? ഓവറി കാണാം, ഓവിഡക്റ്റ് കാണാം. ഓവിഡക്റ്റ് ലെഫ്റ്റ് ഓവറി മാത്രമേ ഫംഗ്ഷനൽ ആവുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ് ഈ സാധനം ഉള്ളത്. ആദ്യം ഇൻഫണ്ടിബുലം ക്യാച്ചസ്, ഏറ്റവും വലിയ ഭാഗം മാഗ്നം, അതുപോലെ ഇസ്തുമസ് എന്താണെന്ന് അറിയാം, ഷെൽ ഗ്ലാൻഡ്, പിന്നെ വജൈന. ഇത്രയും ഭാഗങ്ങളായി. ഓക്കെ. ഇനി നമുക്കിത് നാളത്തെ യോക്ക്, മറ്റന്നാളത്തെ യോക്ക് അല്ലേ, അതിൻ്റെ പിറ്റന്നത്തെ യോക്ക്, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ അത് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതാണ് സ്റ്റിഗ്മ എന്ന് പറഞ്ഞ ഭാഗം അല്ലേ, നമ്മുടെ ഫോളിക്കുലർ മെംബ്രെയിൻസിൽ ബ്ലഡ് ഇല്ലാത്ത ഭാഗമാണ് സ്റ്റിഗ്മ. ഇൻ കേസ് അവിടെ ബ്ലഡ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലഡ് സ്പോട്ട് ഉറപ്പായിട്ടുണ്ടാവും. അത് പൊട്ടിയാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പൊതുവേ എല്ലാത്തിലും എന്ത് കാണില്ല, ബ്ലഡ് സ്പോട്ട് കാണത്തില്ല. ഇൻ കേസ് ഒരെണ്ണത്തിൽ എന്തുണ്ടാവും, അവിടെ ഒരു ബ്ലഡ് വെസൽ അവിടെ ക്രോസ് ആയിരിക്കുകയാണെന്നല്ല, ഇവിടെ കണ്ടോ ക്രോസ് ആയിരിക്കണില്ലേ, അവിടെ ബ്ലഡ് സ്പോട്ട് നിർബന്ധമായിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സ്റ്റിഗ്മയിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസ് ആണ് ബ്ലഡ് സ്പോട്ട് എന്ന് പറയുന്ന ഇതിന് കാരണം. ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങളിത് കണ്ടു, ബാക്കി കാര്യങ്ങളിലായി. അടുത്ത ഫസ്റ്റ് പരിപാടി എന്താണ്? പൊട്ടി പുറത്തേക്ക് വന്നു, ക്യാച്ച് ചെയ്തു. അവിടെ വെച്ച് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. 15 മിനിറ്റ് എനിക്ക് താടാ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ അല്ലേ, മറക്കല്ലേ. ഓക്കെ. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അടുത്ത ഭാഗത്ത് കാണിച്ചു തരാം വിശദമായിട്ട്. അടുത്ത ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചപ്പോൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. അവിടെ എന്താണ്, ഇൻഫണ്ടിബുലം കഴിഞ്ഞാൽ എന്താണ്, മാഗ്നത്തിനകത്ത് എന്താണ് നമ്മുടെ എഗ് വൈറ്റ് അല്ലേ, എഗ് വൈറ്റ് ഉണ്ടായി വരികയാണ്. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എഗ് വൈറ്റ് ഉണ്ടായി വരുന്ന മുറയ്ക്ക് എന്താണ്, മാഗ്നമാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം. അവിടെ വെച്ചിട്ട് എഗ് വൈറ്റ് ഉണ്ടായി വരിക. ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചലാസിഫലസ് ലെയർ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ ചുറ്റി പ്രോട്ടീൻ ലെയർ ഫോം ചെയ്തുകൊണ്ടിരിക്കും. കണ്ടില്ലേ? വിശദമായിട്ട് കണ്ടോ? നിങ്ങൾ ആ മനസ്സിൽ തങ്ങി നിൽക്കും കേട്ടോ. ചലാസിഫറസ് ലെയർ ഉണ്ടായി വരുന്ന കണ്ടില്ലേ മക്കളെ? നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. നമ്മുടെ മുട്ട ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ മാഗ്നത്തിൽ വെച്ചിട്ട് തന്നെ എന്താണ്, ഏകദേശം 3 മണിക്കൂർ എടുക്കും അല്ലേ, 3 മണിക്കൂർ എടുക്കും. ഒരു സിനിമയുടെ സമയം എടുക്കും മാഗ്നത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞ സാധനമല്ല. ഇതാണ് ചലാസെ എന്ന് പറഞ്ഞ സാധനം. ചലാസെ ഇത് മുട്ട എത്തുമ്പോഴത്തേക്കും, മുട്ടയെ 2 സൈഡിൽ എൻഡിൽ കെട്ടിയിട്ട പോലെ കാണപ്പെടും. കണ്ടോ? അപ്പുറം ഒരു കെട്ട് വീണില്ല. അത് ഇങ്ങനെ മുകളിലും താഴെയും പോയി തട്ടാതെ ഇതിനെ ശരിക്കും ജീവൻ അതിനകത്തായിരിക്കുന്നത്, അതിനെ സംരക്ഷിക്കാനാണ് ചലാസെ ഉള്ളത്. അതുപോലെ മാഗ്നത്തിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഇസ്തുമസിൽ എന്താണ്, നമ്മുടെ മെംബ്രെയിൻ ഉണ്ടാക്കുക അല്ലേ, ഇസ്തുമസിൽ ആ ഒരു ഭാഗമാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. കുഞ്ഞു മെംബ്രെയിനൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നോക്കാം, കണ്ടോ? മെംബ്രെയിൻ്റെ ഭാഗമായി. ഇനി വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന് മുട്ടയുടെ ഇത് വരുന്നു. ഏതാണ് മുട്ടയുടെ രൂപമായി, പിന്നെ ക്യൂട്ടിക്കിള്, അതിന് മുന്നേ കാൽഷ്യം കാർബണേറ്റ്, ഇത്രയും കാര്യങ്ങൾ. അവസാനം ഓവി പൊസിഷനും കൂടെ നിങ്ങൾ കണ്ടോ? ഓവി പൊസിഷൻ അവസാനം കണ്ടോ? 180 ഡിഗ്രി തിരിഞ്ഞിട്ട് ലാർജ് എൻഡ് പുറത്തേക്ക് വന്ന് മുട്ട ഇടുന്നു. വേഗമാവട്ടെ. യെസ്, മുട്ടയിടുന്നു. ഓക്കെ. ഇത്രയുള്ള പരിപാടി. ആ ഭാഗം വന്ന് തറയി വീണത് അതുകൊണ്ട് പൊട്ടിയില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഓർമ്മയുണ്ടായിരിക്കും. താങ്ക് യു.